പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മള് റെസ്പിറേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ടെന്ന് അറിയാലോ, എയറോബിക്കും അനേറോബിക്കും. അപ്പൊ നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അനേറോബിക് റെസ്പിറേഷന്റെ രണ്ട് സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഗ്ലൈക്കോളിസിസും ഫെർമെന്റേഷനും. രണ്ടും നടക്കുന്ന എവിടെയാ? സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ്. അപ്പൊ ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടും നമുക്കറിയാം. എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്, 2 NADH+, H+, 2 ATP. അപ്പൊ ഇതില് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് അതേ സൈറ്റോപ്ലാസത്തിൽ ഇരുന്നുകൊണ്ട്, ഓക്സിജൻ ഇല്ലെങ്കിൽ, ആ സൈറ്റോപ്ലാസത്തിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ അതേ സൈറ്റോപ്ലാസത്തിൽ ഇരുന്ന് തന്നെ ആ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് എന്തിനു വിധേയമാവും? ഫെർമെന്റേഷന് വിധേയമാവും. അപ്പൊ ഈ ഗ്ലൈക്കോളിസിസിനെയും ഫെർമെന്റേഷനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് അനേറോബിക് റെസ്പിറേഷൻ. അപ്പൊ എന്താണ് എയ്റോബിക് റെസ്പിറേഷൻ? അപ്പൊ എയ്റോബിക് റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്. അപ്പൊ ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസം വെച്ച് ഗ്ലൂക്കോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആദ്യം ആരായി മാറുന്നത്? പൈറുവിക് ആസിഡ് ആയി മാറുകയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഗ്ലൈക്കോളിസിസ് എന്ന് വിളിച്ചത്. അപ്പം എയ്റോബിക് റെസ്പിറേഷൻ ആയാലും അനേറോബിക് റെസ്പിറേഷൻ ആയാലും ഗ്ലൈക്കോളിസിസ് എന്താണ്? കോമൺ സ്റ്റെപ്പാണ്. അപ്പൊ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് പൈറുവിക് ആസിഡ് ഉണ്ടായതിനു ശേഷമാണ് ആ റെസ്പിറേഷൻ എയ്റോബിക് ആണോ അനേറോബിക് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ പൈറുവിക് ആസിഡ് കിട്ടുന്നു. ആ പൈറുവിക് ആസിഡ് നമുക്ക് ഇവിടെ എന്തുണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത എന്ത് നടക്കുള്ളൂ? ക്രബ് സൈക്കിൾ നടക്കുള്ളൂ. ഓക്സിജൻ ഇല്ലെങ്കിൽ അടുത്ത് എന്ത് നടക്കും? ഫെർമെന്റേഷൻ നടക്കും. അപ്പൊ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ഫെർമെന്റേഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടതാണ് അത് അനേറോബിക് റെസ്പിറേഷൻ. അതേസമയം ഗ്ലൈക്കോളിസിസിലൂടെ ഉണ്ടാകുന്ന പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിൽ പോയി, എവിടെ പോയി? ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൈക്കോളിസിസ് നടക്കാൻ ഓക്സിജൻ വേണ്ട. അത് കഴിഞ്ഞിട്ട് പൈറുവിക് ആസിഡ് ക്രബ് സൈക്കിളിന് വിധേയമാവണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ ആണ്. അപ്പം ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിലൂടെ പൈറുവിക് ആസിഡായി മാറിയല്ലോ. ആ പൈറുവിക് ആസിഡ് നോക്കിയപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഓക്സിജൻ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ പൈറുവിക് ആസിഡ് നേരെ എവിടെ എത്തും? മൈറ്റോകോൺട്രിയക്ക് അകത്തെത്തും. പൈറുവിക് ആസിഡ് എവിടെ പോകും? മൈറ്റോകോൺട്രിയയുടെ അകത്ത് പോകും. എന്ത് നടത്താനാ പോണേ? ഫെർമെന്റേഷൻ അല്ല, ക്രബ് സൈക്കിൾ ആണ്. ഓർക്കുക, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ഫെർമെന്റേഷൻ നടന്നാൽ അനേറോബിക് റെസ്പിറേഷൻ ആണ്. ഇവിടെ ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് നടക്കണം? ക്രബ് സൈക്കിൾ നടക്കണം. അപ്പൊ നമ്മള് പഠിച്ച കാര്യം മറന്നുപോലെ, ഏത് റെസ്പിറേഷൻ ആയാലും ഫസ്റ്റ് സ്റ്റെപ്പായ അനേറോബിക്കോ എയറോബിക്, ഏത് റെസ്പിറേഷൻ ആയാലും ഫസ്റ്റ് സ്റ്റെപ്പായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ വേണ്ട. അതിപ്പോ എയറോബിക് റെസ്പിറേഷന്റെ ഗ്ലൈക്കോളിസിസ് ആയാലും അനേറോബിക് റെസ്പിറേഷന്റെ ഗ്ലൈക്കോളിസിസ് ആയാലും ഓക്സിജൻ വേണ്ട. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്രബ് സൈക്കിൾ നടക്കണമെങ്കിൽ കൃത്യമായിട്ടും സൈറ്റോപ്ലാസിൽ ഓക്സിജൻ ഉണ്ടാവണം. ഓക്സിജൻ ഇല്ലെങ്കിലോ ക്രബ് സൈക്കിൾ നടക്കൂല, പകരം ഫെർമെന്റേഷൻ ആണ്. ഇപ്പൊ ഇവിടെ എന്തുണ്ടെന്ന് വിചാരിക്കുക, ഓക്സിജൻ ഉണ്ട്. അപ്പം ക്രബ് സൈക്കിൾ നടത്താൻ വേണ്ടി പൈറുവിക് ആസിഡ് നേരെ എവിടെ പോകും? മൈറ്റോകോൺട്രിയക്ക് പോകും. അപ്പൊ ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയ. അപ്പൊ എയ്റോബിക് റെസ്പിറേഷന്റെ പ്രത്യേകത നോക്കിയേ, ഒന്നാമത്തെ സ്റ്റെപ്പായ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലും, രണ്ടാമത്തെ സ്റ്റെപ്പായ ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയ. അപ്പം രണ്ടിടത്താണ്. അനേറോബിക് റെസ്പിറേഷന്റെ 2 സ്റ്റെപ്പ്, ഗ്ലൈക്കോളിസിസും ഫെർമെന്റേഷനും ഇവിടെ തന്നെ സൈറ്റോപ്ലാസത്തിൽ തന്നെ. പക്ഷെ എയ്റോബിക് റെസ്പിറേഷന്റെ 2 സ്റ്റെപ്പുകളായ ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും, ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അപ്പൊ മൈറ്റോകോൺട്രിയക്കകത്ത് പോവുകയാണ്. അപ്പം ഓർമ്മിക്കുക, ഗ്ലൈക്കോളിസിസിന്റെ എൻഡ് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഗ്ലൈക്കോളിസിസിന്റെ എൻഡ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് 2 മോളിക്യൂൾ എന്തുണ്ട്? പൈറുവിക് ആസിഡ്. നമ്മൾ 2 × 2 മോളിക്യൂളാണ്. 2 മോളിക്യൂൾ എന്തുണ്ട്? പൈറുവിക് ആസിഡ് ഉണ്ട്. 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ട്. 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ട്. 2 NADH+, H+ ഉണ്ട്. NADH+, H+ ഉണ്ട്. 2 ATP ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് എന്തിലൂടെ കിട്ടിയേ? ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയേ. ഇതിൽ ഈ പൈറുവിക് ആസിഡ് എന്തിന് വിധേയമാകാൻ പോവുകയാണ്? മൈറ്റോകോൺട്രിയയുടെ അകത്ത് പോയിട്ട് ക്രബ് സൈക്കിളിന് വിധേയമാകാൻ പോവുകയാണ്. അങ്ങനെ പൈറുവിക് ആസിഡ് നേരെ എവിടെ പോകും? ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. പൈറുവിക് ആസിഡ് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും, മൈറ്റോകോൺട്രിയയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. പൈറുവിക് ആസിഡ് എങ്ങോട്ട് പോകും? അപ്പം നേരെ പൈറുവിക് ആസിഡ് നേരെ എവിടെ പോവേണം? പൈറുവിക് ആസിഡ് നേരെ മൈറ്റോകോൺട്രിയയുടെ അകത്തെത്തി. എന്തിനു പോയതാ? ക്രബ് സൈക്കിളിന് പോയതാ. അങ്ങനെ സൈറ്റോപ്ലാസത്തിൽ ഇപ്പൊ ഗ്ലൈക്കോളിസിസ് നടന്നത് സൈറ്റോപ്ലാസത്തിലല്ലേ? അപ്പൊ ഗ്ലൈക്കോളിസിസിലൂടെ ഉണ്ടായ പൈറുവിക് ആസിഡ് എവിടെയാണ് ഇരിക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ് ഇരിക്കുന്നത്. ആ പൈറുവിക് ആസിഡ് ആണ് ക്രബ് സൈക്കിൾ നടക്കാൻ വേണ്ടി നേരെ എങ്ങോട്ട് പോവേണ്? മൈറ്റോകോൺട്രിയയുടെ അകത്തേക്ക് പോവേണ്. നേരെ മൈറ്റോകോൺട്രിയയുടെ അകത്ത് പോകുന്നു. എന്തിനു പോയതാ മൈറ്റോകോൺട്രിയയിലേക്ക്? ക്രബ് സൈക്കിൾ നടത്താൻ വേണ്ടി പോയതാ. പക്ഷെ അവിടെ പോകുമ്പോ അവിടെ 2 ATP ഉപയോഗിക്കുന്നതിനാ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം.
ഈ സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്ന പൈറുവിക് ആസിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ക്രബ് സൈക്കിൾ നടത്താൻ വേണ്ടി എവിടെ കൊണ്ടുപോകണം? മൈറ്റോകോൺട്രിയയെ കൊണ്ടുപോകണം. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്ന പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് പോകാൻ വേണ്ടി 2 ATP ഉപയോഗിക്കും. എന്തിലൂടെ കിട്ടിയ? ഗ്ലൈക്കോളിസിലൂടെ കിട്ടിയ. അപ്പൊ ഇനി പറഞ്ഞേ, പൈറുവിക് ആസിഡ് ക്രബ് സൈക്കിൾ നടത്താൻ വേണ്ടി എവിടെ പോയി? മൈറ്റോകോൺട്രിയയിലകത്ത് പോയി. അതിനുവേണ്ടി 2 ATP ഉപയോഗിച്ചു. ഇനി ബാക്കിയുള്ളത് ഗ്ലൈക്കോളിസിലൂടെ കിട്ടിയതിൽ ആര് മാത്രമേ ബാക്കിയുള്ളൂ? 2 NADH+H+ മാത്രമേ ബാക്കിയുള്ളൂ. പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിൽ എന്തിനു പോയി? ക്രബ് സൈക്കിൾ നടത്താൻ പോയി. അതിനുവേണ്ടി ആര് ഉപയോഗിച്ചു? 2 ATP ഉപയോഗിച്ചു. അപ്പൊ ഇനി ആകെ ബാക്കിയുള്ളത് ആരാണ്? 2 NADH+H+ മാത്രം. ആകെ ബാക്കിയുള്ളത് 2 NADH+H+ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ പോയത്, അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയക്കകത്ത് പോയി എന്തിനാ പോയെ? ക്രബ് സൈക്കിൾ നടത്താം. പക്ഷെ അവൻ പോയ ഉടനെ ക്രബ് സൈക്കിൾ നടത്തൂല. അവിടെയാണ് നമ്മൾ അടുത്തൊരു കാര്യം പഠിക്കാൻ പോകുന്നത്. പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയുടെ അകത്ത് എത്തിയ ഉടൻ ക്രബ് സൈക്കിൾ വിധേയമാവില്ല. പകരം പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയക്കകത്തിന്റെ അവിടെയുള്ള കോഎൻസൈം എയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആരുണ്ടാകും? അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടാവും. ആരുണ്ടാകും? അസറ്റൈൽ കോഎൻസൈം എ. ഒന്നുകൂടി, ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയ പൈറുവിക് ആസിഡ് അവിടെ തന്നെ കിട്ടിയ 2 NADH+H+ ഉപയോഗിച്ചുകൊണ്ട് എവിടെ എത്തുന്നു? മൈറ്റോകോൺട്രിയൽ അകത്തെത്തുന്നു. അതായത് മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ എത്തുന്നു. പക്ഷെ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിൽ എത്തിയ ഉടനെ എന്ത് നടക്കില്ല? ക്രബ് സൈക്കിൾ നടക്കില്ല. മൈറ്റോകോൺട്രിയയ്ക്ക് അകത്തെത്തിയ പൈറുവിക് ആസിഡ്, ഇവിടെ എത്തിയ പൈറുവിക് ആസിഡ്, മൈറ്റോകോൺട്രിയയുടെ അകത്തെത്തിയ പൈറുവിക് ആസിഡ് അവിടെയുള്ള ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? കോഎൻസൈം എയുമായിട്ട് ബൈൻഡ് ചെയ്യും. ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? അപ്പൊ മൈറ്റോകോൺട്രിയയുടെ അകത്തെത്തിയ പൈറുവിക് ആസിഡ് ആരുമായിട്ട് ബൈൻഡ്? ക്രബ് സൈക്കിൾ പോയതാ, പക്ഷെ ക്രബ് സൈക്കിൾ ഉടനെ നടത്തില്ല. അവിടെ പോയി കോഎൻസൈം എയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടാവും. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമും ഈ റിയാക്ഷനെ അല്ലെങ്കിൽ ഈ എൻസൈമിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട്, മെഗ്നീഷ്യം. അപ്പൊ ഈ എലമെന്റ് ആക്ടിവേറ്റ് ആക്കുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കുന്ന എലമെന്റ് ആണ് ആര്? പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കുന്ന എലമെന്റ് ആണ് മെഗ്നീഷ്യം. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയ പൈറുവിക് ആസിഡ് നോക്കിയപ്പോൾ സൈറ്റോപ്ലാസിൽ ഓക്സിജൻ ഉണ്ട്. അങ്ങനെ പൈറുവിക് ആസിഡ് നേരെ എവിടെ പോയത്? മൈറ്റോകോൺട്രിയയിൽ. എന്ത് നടത്താൻ പോയതാ? ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് ക്രബ് സൈക്കിൾ നടത്താൻ പോയതാ. പക്ഷെ ക്രബ് സൈക്കിൾ നടത്താൻ പോയ പൈറുവിക് ആസിഡ് അവിടെ ഇരിക്കുന്ന മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ ഇരിക്കുന്ന കോഎൻസൈം എയുമായിട്ട് ബൈൻഡ് ചെയ്ത് ആരായി മാറും? അസറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറും. ഈ അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടാകാൻ, അല്ലെങ്കിൽ പൈറുവിക് ആസിഡിനെ കോഎൻസൈം എയും കൂടി ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. ഈ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എലമെന്റിന്റെ പേരാണ് മെഗ്നീഷ്യം. അങ്ങനെ ആരെ കിട്ടി? 2 മോളിക്യൂൾ. കാരണം ഇവിടെ പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ അറിയാലോ. ഇതെല്ലാം എഴുതുന്നില്ല 2 മോളിക്യൂൾ, ഇതെല്ലാം 2 മോളിക്യൂളാ. പൈറുവിക് ആസിഡ് 2 മോളിക്യൂളാണ്. അതിൽ നിന്ന് കിട്ടിയ അസറ്റൈൽ കോഎൻസൈം എ എത്ര മോളിക്യൂളാ? 2 മോളിക്യൂൾ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എനർജി യൂണിറ്റും കൂടി കിട്ടും കേട്ടോ. ഇവിടെ എങ്ങനെയാണ്? NAD+ gives NADH+H+ എന്നാണ്. NAD+ gives എന്താണ്? NADH+H+. അപ്പൊ NAD+ എന്ത് കിട്ടി? NADH+H+ കിട്ടി. NADH+H+ കിട്ടി. NAD+ ആരായി മാറി? NADH+H+ ആയിട്ട് മാറി. NAD+ ആരായി മാറി? NADH+H+ ആയിട്ട് മാറി. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ 2 മോളിക്യൂൾ. അപ്പം ഇവിടെ പൈറുവിക് ആസിഡ് 2 മോളിക്യൂള്, പൈറുവിക് ആസിഡിൽ നിന്നുണ്ടായ അസറ്റൈൽ കോഎൻസൈം എ 2 മോളിക്യൂൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയ എനർജി യൂണിറ്റ് ആയ NADH+H+ എത്ര മോളിക്യൂൾ നടക്കണം? 2 മോളിക്യൂൾ നടക്കണം. ഇവിടെ ഉണ്ടായ NADH+H+ എത്ര മോളിക്യൂളാ? 2 മോളിക്യൂളാണ്, മറക്കരുത്. അപ്പം പെട്ടെന്ന് ക്രബ് സൈക്കിൾ നടത്താത്തോണ്ട് നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ. എന്താണ് ലാഭം? പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ എന്തിനു പോയതാ? ക്രബ് സൈക്കിൾ നടത്താൻ പോയതാ. പക്ഷെ പോയ ഉടനെ ക്രബ് സൈക്കിൾ നടന്നില്ല. പൈറുവിക് ആസിഡ് അവിടെ പോയിട്ട് കോഎൻസൈം എയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടായി. നഷ്ടമൊന്നുമില്ല. കാരണം അതിലൂടെ കിട്ടി 2 NADH+H+. അതിലൂടെ എന്ത് കിട്ടി? അതിലൂടെ ഞങ്ങളുടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കിട്ടി 2 NADH+H+ കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്തിലൂടെ കിട്ടിയതെന്ന് പറയണം. പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറിയപ്പോൾ എന്ത് കിട്ടി? 2 NADH+H+. ഇത് കഴിഞ്ഞിട്ട് ഇനി ക്രബ് സൈക്കിൾ വിധേയമാവുന്ന പൈറുവിക് ആസിഡ് ആണോ അസറ്റൈൽ കോഎൻസൈം എ ആണോ? പൈറുവിക് ആസിഡ് ഇനി ഇല്ല. പൈറുവിക് ആസിഡ് കോഎൻസൈം ആയിട്ട് ബൈൻഡ് ആരായി മാറി? അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറി. അപ്പൊ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത് എന്തിന് വിധേയമാവാൻ പോകുന്നത്? ക്രബ് സൈക്കിളിന് വിധേയമാവാൻ പോകുന്നത് അസറ്റൈൽ കോഎൻസൈം എ ആണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് ക്രബ് സൈക്കിൾ. അതായത് നമ്മൾ പഠിച്ചതനുസരിച്ച് എയ്റോബിക് റെസ്പിറേഷൻ, ഓക്സിജൻ ഉപയോഗിച്ചുള്ള എയ്റോബിക് റെസ്പിറേഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്, അവിടെ ഓക്സിജൻ വേണ്ട. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അത് ക്രബ് സൈക്കിൾ. അപ്പൊ എയ്റോബിക് റെസ്പിറേഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്രബ് സൈക്കിൾ. എയ്റോബിക് റെസ്പിറേഷന്റെ
എയറോബിക് റെസ്പിറേഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, എയറോബിക് റെസ്പിറേഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ന് വിളിക്കുന്നത് ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നിലവിൽ എന്താണുള്ളത്? അസറ്റൈൽ കോഎൻസൈം ആണുള്ളത്. പൈറുവിക് ആസിഡ് ഇല്ല. പൈറുവിക് ആസിഡ് ആരായി മാറി? അസറ്റൈൽ കോഎൻസൈം ആയി മാറി. ഈ അസറ്റൈൽ കോഎൻസൈം എവിടെ ഇരിക്കുകയാണ്? മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ ഇരിക്കുകയാണ്. ഈ അസറ്റൈൽ കോഎൻസൈം ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? അസറ്റൈൽ കോഎൻസൈം ബൈൻഡ് ചെയ്യുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ടാണ്. ആരുമായിട്ടാണ്? OAA. അപ്പൊ ഈ അസറ്റൈൽ കോഎൻസൈം എയും ഈ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇവർ രണ്ടും കൂടി ബൈൻഡ് ചെയ്യും. അപ്പൊ ഈ അസറ്റൈൽ കോഎൻസൈം എങ്ങനെയാണെന്ന് അറിയാലോ? ക്രബ്സ് സൈക്കിളിന് വേണ്ടിയാണ് പൈറുവിക് ആസിഡ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് മൈറ്റോകോൺഡ്രിയയിൽ പോയത്. പക്ഷെ പോയ ഉടനെ എന്തിനു വിധേയമായില്ല? ക്രബ്സ് സൈക്കിളിന് വിധേയമായില്ല. അവിടെയുള്ള കോഎൻസൈം എയോട്ട് ബൈൻഡ് ചെയ്തിട്ട് അസറ്റൈൽ കോഎൻസൈം ഉണ്ടായി. ആ അസറ്റൈൽ കോഎൻസൈം ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ഓക്സാലോ അസറ്റിക് ആസിഡ്. അങ്ങനെ ആദ്യത്തെ പ്രോഡക്റ്റ്, ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് ആയ സിട്രിക് ആസിഡ് ഉണ്ട്. ക്രബ്സ് സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആണ്. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് സിട്രേറ്റ് സിന്തേസ് എൻസൈം. ഇതിന് സഹായിക്കുന്ന എൻസൈമാണ് ഏത്? സിട്രേറ്റ് സിന്തേസ് എൻസൈം. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേര് സിട്രേറ്റ് സിന്തേസ് എൻസൈം. അപ്പൊ അസറ്റൈൽ കോഎൻസൈം ഓക്സാലോ അസറ്റിക് ആസിഡ് ബൈൻഡ് ചെയ്ത് ആരായി മാറി? സിട്രിക് ആസിഡ് ആയിട്ട് മാറി. എന്തുണ്ടായി? സിട്രിക് ആസിഡ് ഉണ്ടായി. ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് സിട്രേറ്റ് സിന്തേസ് എൻസൈം. ഓക്കെ അല്ലേ? സിട്രേറ്റ് സിന്തേസ് എൻസൈം ഇതാണ്. അപ്പൊ ആദ്യമായിട്ടുണ്ടായ ക്രബ്സ് സൈക്കിളിലൂടെ ഈ ക്രബ്സ് സൈക്കിളിന് ഈ പേര് വരാൻ കാരണം എന്ന് അറിയാമോ? ഹാൻസ് അഡോൾഫ് ക്രബ്ബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഹാൻസ് അഡോൾഫ് ക്രബ്ബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ക്രബ്സ് സൈക്കിൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് സൈക്കിളിന് ആ പേര് വരുന്നത്. ഈ ക്രബ്സ് സൈക്കിളിന്റെ മറ്റൊരു പേര് സിട്രിക് ആസിഡ് സൈക്കിൾ. എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ക്രബ്സ് സൈക്കിളിലൂടെ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് നോക്കിയേ, സിട്രിക് ആസിഡ് ആണ്. ക്രബ്സ് സൈക്കിളിലൂടെ ഫോം ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? സിട്രിക് ആസിഡ് ആണ്. ക്രബ്സ് സൈക്കിളിലൂടെ ഉണ്ടായ ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ട് ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും. ഈ സിട്രിക് ആസിഡ് ഒരു ട്രൈകാർബോക്സിലിക് ആസിഡ് ആണ്. ട്രൈകാർബോക്സിലിക് ആസിഡ്, ചുരുക്കി പറഞ്ഞാൽ TCA. അപ്പം സിട്രിക് ആസിഡ് ഒരു ട്രൈകാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് ഈ സൈക്കിൾ എന്ത് വിളിക്കും? ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും. അപ്പൊ എത്ര പേരായി? ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കും, സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും, ട്രൈകാർബോക്സിലിക് ആസിഡ്. ഞാൻ ചുരുക്കി TCA എന്ന് എഴുതിയിരിക്കുന്നതാണ്, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. കാരണം ഈ ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് ആയ സിട്രിക് ആസിഡ് എന്തെന്ന് അറിയപ്പെടും? ട്രൈകാർബോക്സിലിക് ആസിഡ് എന്ന് അറിയപ്പെടും. അതുകൊണ്ട് ഈ സൈക്കിൾ നമുക്ക് എന്ത് വിളിക്കാം? ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാം. അപ്പൊ 3 പേരായി: സിട്രിക് ആസിഡ് സൈക്കിൾ, ക്രബ്സ് സൈക്കിൾ, ഇതാ പേര്, പുതിയ പേര് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ആരെയാണ്? ഈ ക്രബ്സ് സൈക്കിളിനെയാണ്. അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ഉണ്ടായി. ഈ സിട്രിക് ആസിഡ് അടുത്ത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് വരും. സിട്രിക് ആസിഡ് ആരായി മാറും? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. അപ്പൊ സിട്രിക് ആസിഡ് ആരായി മാറി? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറി. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയി മാറി. ഇതൊരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷനാ? ഇതൊരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ അത് ഇതിൽ നിന്ന് റിലീസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. മാത്രമല്ല എന്തുണ്ടാവുന്നു കൂടി നോക്കിയേ, NAD+ ആരായി മാറുന്നു? NADH+H+ ആയി മാറും. അതായത് ഇവിടെ 2 NADH+H+ ഉണ്ട്. ഇതിനെ രണ്ടെണ്ണം എടുത്ത്, കാരണം ഈ അസറ്റൈൽ കോഎൻസൈം എത്ര മോളിക്യൂളാ? 2 മോളിക്യൂളാണ്. ആ 2 മോളിക്യൂൾ അസറ്റൈൽ കോഎൻസൈം എന്നുണ്ടായ സിട്രിക് ആസിഡ് എത്ര മോളിക്യൂളാ? 2 മോളിക്യൂളാ. സിട്രിക് ആസിഡിൽ നിന്നുണ്ടായ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡും അതും 2 മോളിക്യൂളാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളെല്ലാം 2 മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ ഒപ്പം ഉണ്ടാകുന്ന എനർജി യൂണിറ്റുകൾ എത്രയാണ്? 2. അപ്പൊ ഇവിടെ ഉണ്ടായ NADH+H+ എത്ര മോളിക്യൂൾ ആണ്? 2 മോളിക്യൂൾ. അത് കഴിഞ്ഞ് ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആരായി മാറുന്നു? സക്സിനിക് ആസിഡ് ആയിട്ട് മാറും. എന്തായി മാറും? സക്സിനിക് ആസിഡ് ആയിട്ട് മാറും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആരായി മാറി? സക്സിനിക് ആസിഡ് ആയിട്ട് മാറി. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയി മാറി. സക്സിനിക് ആസിഡ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇതൊരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ആരെ റിലീസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഇവിടെ 2 NADH, അതായത് NAD+ ആരായി മാറി? NADH+H+. അപ്പൊ 2 NADH+H+ ഉണ്ടായി. പിന്നെ ഇവിടെ GDP ആരായി മാറും? GTP ആയി മാറും. അതായത് നമ്മൾ ADP ATP എന്ന് പഠിച്ചിട്ടില്ല, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയി മാറും. അതുപോലെ ഗോനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ് GDP. അതാരായി മാറും? ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പൊ ATP = GTP. ATP യും GTP ഒക്കെ ഒരുപോലെ തന്നെ. അടുത്ത സക്സിനിക് ആസിഡ് ധാരായി മാറും? മാലിക് ആസിഡ് ആയി മാറും. സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയി മാറുമ്പോൾ ഈ NADH പോലത്തെ വേറൊരു കണ്ടന്റ് ഉണ്ടായി മാറും. അതായത് FADH അല്ലെങ്കിൽ FAD+ ആരായി മാറും? FADH2 ആയിട്ട് മാറും. അല്ലെ ഇത്
NADH നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ് ആണെങ്കിൽ ഇവനെ FADH2 നെ ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ് ആണ്. ഫ്ലാവിൻ അതും ATPA NADPH പോലുള്ള ഒരു എനർജി യൂണിറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയപ്പോൾ 2 NADH ഉണ്ടായി. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് സക്സിനിക് ആസിഡ് ആയി മാറിയപ്പം 2 NADH ഉണ്ടായി, 2 FADH ഉണ്ടായി. അടുത്ത സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറിയപ്പോൾ എന്തുണ്ടായി? 2 FADH2 ഉണ്ടായി, 2 FADH2. ഒരു NADH ന്ന് 3 ATP കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു NADH ബ്രേക്ക് ഡൗൺ ചെയ്താൽ അതിൽ നിന്ന് 3 ATP കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു FADH2 ബ്രേക്ക് ഡൗൺ ചെയ്താൽ അതിൽ നിന്ന് 2 ATP കിട്ടും. ഒരു FADH2 ൽ നിന്ന് 2 ATP. അങ്ങനെ ലാസ്റ്റ് മാലിക് ആസിഡ് വീണ്ടും ആരായി മാറണം? ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് മാറണം. മാലിക് ആസിഡ് ആരായി മാറി? ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് മാറി. മാലിക് ആസിഡ് ആരായി മാറുന്നു? മാലിക് ആസിഡ് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. അത് അവിടെയും 2 എന്തുണ്ടാവുന്നു? NAD+ ആരായി മാറുന്നു എന്നാണ് കൊടുക്കുന്നത്. NADH+H+, അവിടെയും 2 NADH+H+. ഇതിന്റെ പേരാണ് സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിൾ. എയറോബിക് റെസ്പിറേഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അറിയാലോ, ഗ്ലൈക്കോളിസിസിലൂടെ എന്ത് കിട്ടി? 2 പൈറുവിക് ആസിഡ്, 2 NADH+H+, 2 ATP. അപ്പൊ പൈറുവിക് ആസിഡ് നോക്കിയപ്പോൾ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഉണ്ടെങ്കിൽ പിന്നെ എയറോബിക് റെസ്പിറേഷൻ അല്ലേ. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് സൈക്കിൾ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്രബ്സ് സൈക്കിൾ. അങ്ങനെ പൈറുവിക് ആസിഡ് ക്രബ്സ് സൈക്കിൾ നടത്താൻ വേണ്ടി എവിടെ വരുന്നു? മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്ക് വരെ, മൈറ്റോകോൺഡ്രിയയ്ക്കുള്ളിലേക്ക് വരെയാണ്. അപ്പൊ എങ്ങനെയാ വരുന്നത്? 2 ATP ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയ 2 ATP ഉപയോഗിച്ചുകൊണ്ടാണ് പൈറുവിക് ആസിഡ് എവിടെ വന്നത്? മൈറ്റോകോൺഡ്രിയയിലകത്ത് വന്നത്. മൈറ്റോകോൺഡ്രിയയുടെ അകത്ത് വന്നത് എന്തിനു വേണ്ടിയാണ് വന്നത്? ക്രബ്സ് സൈക്കിൾ നടത്താൻ വേണ്ടിയാണ്. പക്ഷെ വന്ന ഉടനെ ക്രബ്സ് സൈക്കിൾ നടക്കൂല. പൈറുവിക് ആസിഡ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? കോഎൻസൈം എയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടാവും. അങ്ങനെ കിട്ടിയ 2 NADH+H+ ആണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ, 2 NADH+H+. അത് കഴിഞ്ഞിട്ട് ആ അസറ്റൈൽ കോഎൻസൈം എ അടുത്ത ആരുമായിട്ട് ബൈൻഡ് ചെയ്തു? ഓക്സാലോ അസെറ്റിക് ആസിഡ്. അസറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസെറ്റിക് ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്ത് സിട്രിക് ആസിഡ് ഉണ്ടാവുന്നു. ഈ റിയാക്ഷൻ കാറ്റലൈസ് എൻസൈമിന്റെ പേരാണ് സിട്രേറ്റ് സിന്തേസ്. സിട്രിക് ആസിഡ് എടുത്ത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയി മാറുന്നു. അതിൽ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയും ചെയ്യും, 2 NADH+H+ ഉണ്ടാവുകയും ചെയ്യും. ദെൻ അടുത്ത ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു. അവിടെയും കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും, 2 NADH2 ഉണ്ടാവും, 2 GTP ഉണ്ടാവും. അടുത്ത സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ അവിടെ 2 FADH2 ഉണ്ടാവുന്നു, 2 FADH2 ഉണ്ടാവുന്നു. ലാസ്റ്റ് മാലിക് ആസിഡ് വീണ്ടും സൈക്കിൾ എന്ന് വിളിക്കണമെങ്കിൽ തിരിച്ചു വരണ്ടേ? മാലിക് ആസിഡ് തിരിച്ച് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ അവിടെയും 2 NADH+H+. മനസ്സിലായി? അപ്പൊ ഇതാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്രബ്സ് സൈക്കിൾ. അപ്പൊ ആദ്യം പഠിച്ച ഗ്ലൈക്കോളിസിസ്, നമ്മളിവിടെ കണ്ട ഗ്ലൈക്കോളിസിസ് ക്രബ്സ് സൈക്കിളും കൂടി ആയപ്പോൾ എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ ഇപ്പൊ നടന്ന റെസ്പിറേഷൻ എന്താണ്? എയറോബിക് ആണ്. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ഫെർമെന്റേഷൻ അല്ല നടന്നത്. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ഓക്സിജൻ ഉള്ളതുകൊണ്ട് എന്താ നടന്നത്? ക്രബ്സ് സൈക്കിൾ ആണ് നടന്നത്. അപ്പൊ ഗ്ലൈക്കോളിസിസ് ക്രബ്സ് സൈക്കിൾ നടക്കുമ്പോൾ ആ റെസ്പിറേഷൻ നമ്മൾ എന്ത് വിളിക്കും? എയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇതിലൂടെ കിട്ടിയ എനർജി യൂണിറ്റ് ഒന്ന് നോക്കിക്കേ. ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയത് എത്രയാണ്? ഇത്രയും ഗ്ലൈക്കോളിസിലൂടെ കിട്ടിയതാണ് അല്ലേ? ഈ എഴുതിയിരിക്കുന്ന ഇത്രയും ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയ എനർജിയാണ്. ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയത് ഏതൊക്കെ എനർജി മാത്രമാക്കി? 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഇല്ല. പൈറുവിക് ആസിഡ് ആണ് അസറ്റൈൽ കോഎൻസൈം ആയി മാറി, പിന്നെ എന്താണ്? സിട്രിക് ആസിഡ് ആയി ആൽഫ. അപ്പൊ പൈറുവിക് ആസിഡ് പോയി. ഇനി 2 NADH+H+. ഈ 2 ATP പോയി. എങ്ങനെ പോയത്? 2 ATP പോയത് പൈറുവിക് ആസിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് മൈറ്റോകോൺഡ്രിയ കൊണ്ടുപോകാൻ പോയി 2 ATP. ഇനി ആകെ ബാക്കിയുള്ള 2 NADH+H+ മാത്രം. അപ്പം ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയതിൽ ബാക്കിയുള്ള നമുക്ക് ഓരോന്നും എഴുതി നോക്കാം. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞപ്പോൾ കിട്ടിയതിൽ ബാക്കി ഇനി ആര് മാത്രമേ ഉള്ളൂ? 2 NADH+H+ മാത്രമേ ഉള്ളൂ. ഇനി അത് ഗ്ലൈക്കോളിസിസ്. അടുത്ത പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറിയപ്പോൾ, പൈറുവിക് ആസിഡ് ആരായി മാറിയപ്പോൾ? അസറ്റൈൽ കോഎൻസൈം എ ആയി മാറിയപ്പോൾ, അസറ്റൈൽ കോഎൻസൈം എ ആയി മാറിയപ്പോൾ, പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറിയപ്പോൾ 2 NADH+H+, 2 NADH+H+. പൈറുവിക് ആസിഡ് ആരായി മാറിയപ്പോൾ? അസറ്റൈൽ കോഎൻസൈം എ ആയി മാറി. ലാസ്റ്റ് ക്രബ്സ് സൈക്കിൾ ആണെന്ന് നോക്കിയേ. ക്രബ്സ് സൈക്കിൾ നടന്നപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിയാൽ, ക്രബ്സ് സൈക്കിൾ നടക്കുന്നു. ക്രബ്സ് സൈക്കിൾ നടന്നപ്പം ഇവിടെ 2 NADH+H+ ഉണ്ടല്ലോ അല്ലേ? അസറ്റൈൽ കോഎൻസൈം സിട്രിക് ആസിഡ് ആയി മാറി. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആവുമ്പോൾ 2 NADH+H+ അല്ലേ? ഇവിടെ 2 ഉണ്ട്. അത് കഴിഞ്ഞ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയി മാറുമ്പോൾ എത്രയായി? 2 NADH+H+ കൂടിയായി. അവിടെയുണ്ട് 2 NADH+H+. പിന്നെ അവിടെ തന്നെ 2 GTP ഉണ്ട്, 2 GTP. ഓക്കെ. ലാസ്റ്റ് സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറുന്ന 2 FADH2, 2 FADH2 ഉണ്ടല്ലോ. അത് മാലിക് ആസിഡ് വീണ്ടും ഓക്സാലോ അസെറ്റിക് ആസിഡ് കഴിയുമ്പോൾ അവിടെയും കിട്ടുന്നു 2
NADH പ്ലസ് H പ്ലസ്. കണ്ടല്ലോ, ഇത്രയുമാണ് നമുക്ക് ഗ്ലൈക്കോളിസിസിലൂടെയും ക്രബ് സൈക്കിളിലൂടെയും കിട്ടിയ എനർജി യൂണിറ്റുകൾ. ഇവരെയൊക്കെ ATP ആക്കണം. ഈ NADH കളെ FADH കളെ എല്ലാം എന്താക്കണം? ATP ആക്കണം. അപ്പൊ കിട്ടിയ കറക്റ്റ് അളവ് നോക്കണം. ഗ്ലൈക്കോളിസിലൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? 2 ATP, 2 NADPH, 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് എന്തിന് വിധേയമായി? ക്രബ് സൈക്കിൾ വിധേയമായി. ആ പൈറുവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലോട്ട് പോയപ്പോൾ ഇവിടെയുള്ള 2 ATP കൂടി ഉപയോഗിച്ചു. അപ്പൊ ഇനി ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയ ആകെ ബാക്കിയുള്ളത് 2 NADH പ്ലസ് H പ്ലസ് മാത്രം. ഇനി ക്രബ് സൈക്കിളിന് വേണ്ടിയിട്ട് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലോട്ട് പോയ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് എന്തായി മാറി? അസറ്റൈൽ കോയിൽ സെയിം A ആയി മാറിയപ്പോൾ എന്ത് കിട്ടി? 2 NADH പ്ലസ് H പ്ലസ് കിട്ടി. ഓർമ്മയുണ്ടല്ലോ, പൈറുവിക് ആസിഡ് കോയിൽ സെയിം A ആയിട്ട് ചേർന്ന് അസറ്റൈൽ കോയിൽ സെയിം A ആയപ്പോൾ 2 മോളിക്യൂൾ NADH പ്ലസ് H പ്ലസ്. അത് ക്രബ് സൈക്കിൾ. ക്രബ് സൈക്കിളില് മൊത്തം 6 NADH പ്ലസ് H പ്ലസ് ഉണ്ട് അല്ലേ? ഇവിടെ 2 ഉണ്ട്. അതായത് സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആവുമ്പോൾ 2, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആവുമ്പോൾ 2 NADH പ്ലസ് H പ്ലസ്, മാലിക് ആസിഡ് ഓക്സോ അസറ്റിക് ആസിഡ് ആവുമ്പോൾ 2. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ടോട്ടൽ എത്ര എഴുതുന്നത്? 6 NADH പ്ലസ് H പ്ലസ്. ഞാൻ ഒരുമിച്ച് തന്നെ എഴുതുകയാണ്. 3 കൂടി 2 വെച്ച് എത്രയാണ്? 6 NADH പ്ലസ് H പ്ലസ്. ഇവിടെ 2 FADH2, 2 FADH2, 2 GTP. ഇത്രയുമാണ് ഇതിലൂടെ കിട്ടിയത് ക്രബ് സൈക്കിൾ. അപ്പം 3 2 വെച്ച് ഇവിടെ 2 NADH, ഇവിടെ 2 NADH, ഇവിടെ 2 NADH. ഞാൻ മൊത്തം എത്ര എടുത്തു? 6 NADH പ്ലസ് H പ്ലസ്, 2 FADH, 2 GTP. ഇത്രയുമാണ് നമുക്ക് എയറോബിക് റെസ്പിറേഷനിലൂടെ കിട്ടിയ എനർജി യൂണിറ്റുകൾ. ഇവരൊക്കെ ATP ആവണമെങ്കിൽ മൈറ്റോകോൺഡ്രിയയുടെ ക്രിസ്റ്റൽ വിചാരിക്കണം. അതിനു മുമ്പ് ഇവരൊക്കെ ATP ആവുമ്പോൾ എത്ര ATP കിട്ടുമെന്ന് നമുക്ക് വെറുതെ നോക്കാം. ഇവരൊക്കെ ATP ആയി മാറുമ്പോൾ എത്ര ATP കിട്ടുമെന്ന് ചുമ്മാ നോക്കി നോക്കാം. ഇവർ ATP ആക്കണമെങ്കിൽ ഈ കാണുന്ന NADH കളെയും FADH കളെയും GTP ATP ആക്കണ്ട. GTP ഈക്വൽ ടു ATP. ബാക്കിയുള്ള എല്ലാ NADH ഉം FADH എന്തായി മാറണം? ATP ആയിട്ട് മാറണം. അപ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് ചുമ്മാ ഒരു കണക്ക് നോക്കാം. നമ്മൾ റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എന്നാണ് പറയുന്നത്. ആദ്യം ഈ 2 NADH ഗ്ലൈക്കോളിസിലൂടെ കിട്ടിയ NADH മാത്രം സൈറ്റോപ്ലാസം ഇരിക്കുന്നത്. കാരണം ഗ്ലൈക്കോളിസിസ് നടന്നത് എവിടെയാ? ഇങ്ങോട്ട് പറയുന്ന എല്ലാ പ്രോസസ്സും മൈറ്റോകോൺഡ്രിയകത്താണ്. പൈറുവിക് ആസിഡ് കോയിൽ സെയിം A ആയിട്ട് വേണ്ടത് അസറ്റൈൽ കോയിൽ സെയിം A ആയതുകൊണ്ട് അത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ വെച്ച്. അടുത്ത ക്രബ് സൈക്കിൾ നടന്നത് അതും മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ. അപ്പം ഇങ്ങോട്ടുള്ള എല്ലാ NADH FADH ഉണ്ടായിരുന്ന മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ തന്നെ. പക്ഷെ ഇവൻ മാത്രം എവിടെ നടന്ന? സൈറ്റോപ്ലാസത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടന്നത്. അപ്പൊ അതിലൂടെ ഉണ്ടായ 2 NADH പ്ലസ് H പ്ലസ് എവിടെയാണ്? സൈറ്റോപ്ലാസില. അതെവിടെ പോകും? മൈറ്റോകോൺഡ്രിയയിൽ പോകും. പിന്നെ എനർജി ആയിട്ട് എവന് പോകാൻ പ്രത്യേകിച്ച് വേറെ എനർജിയുടെ ആവശ്യമില്ല. എവനൊരു എനർജി യൂണിറ്റ് ആണ്. അതുകൊണ്ട് എവനെ കൊണ്ടുപോകാം. നേരത്തെ പൈറുവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ പോയപ്പോൾ 2 ATP ഉപയോഗിച്ചു. പക്ഷെ എവൻ ATP ആയി മാറാൻ വേണ്ടിയിട്ടാണ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് എവിടെ പോകാൻ പോണേ? ഈ 2 NADH ഗ്ലൈക്കോളിസിസ് ഇവിടെ കിട്ടിയതാണ്. ഇവൻ ATP ആവണമെങ്കിൽ എവിടെ എത്തണം? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ എത്തണം. ഇവനെ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ വേറെ എനർജി വേണ്ട. കാരണം ഇവനെ ഒരു എനർജി യൂണിറ്റ് ആണ്. അപ്പൊ ഇവൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ എത്തിയിട്ട് ATP ആയി മാറുമ്പോൾ ഒരു NADH 3 ATP. അങ്ങനെ 2 NADH എത്ര ATP വരും? 6 ATP വരും അല്ലേ? അടുത്ത പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയിൽ സെയിം A ആയി മാറിയപ്പോൾ കിട്ടിയ 2 NADH അതിൽ നിന്നും എത്രയാ? 6 ATP കിട്ടും. ഇവിടെ 6 NADH. അപ്പൊ 1 NADH 3 ATP. അങ്ങനെയാണെങ്കിൽ 6 NADH എത്ര കിട്ടും? 6 × 3 18 ATP കിട്ടും. ഓക്കെ, 18. അടുത്ത 2 FADH വരുന്നത് ഒരു FADH വരുന്നത് 2 ATP. അപ്പൊ 2 FADH എത്രയാണ്? 4 ATP കിട്ടും. ഇനി ഈ 2 GTP എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ? 2 ATP ഈക്വൽ. അപ്പൊ ടോട്ടൽ എത്ര വരും നോക്കിയേ. ഇവിടെ 6 ATP 12 18 കൂടി ആകുമ്പോൾ 30. 34 36 ATP ആണ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് എന്തിനൊക്കെ വിധേയമായപ്പോൾ? ഗ്ലൈക്കോളിസിസിലും ക്രബ് സൈക്കിളിലും വിധേയമായപ്പോൾ 36 ATP. 38 വരേണ്ടായിരുന്നു. ഈ ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയ 2 ATP കൂടി ഉണ്ട്. അത് എന്തിനു ഉപയോഗിച്ചു? പൈറുവിക് ആസിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മൈറ്റോകോൺഡ്രിയയെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചു ക്രബ് സൈക്കിൾ നടത്താൻ വേണ്ടി. അല്ലായിരുന്നെങ്കിൽ ഇവിടെ 2 കൂടി ചേർത്ത് എത്ര വരേണ്ട? 38 ATP വരേണ്ടതാണ്. 38 വരുമായിരുന്നു. ഇവിടുത്തെ 2 ATP കൂടി ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടിയ 2 ATP കൂടി ഉണ്ടായിരുന്നെങ്കിൽ 38 ATP വരേണ്ടതാണ്. പക്ഷെ ഇപ്പൊ എത്രയേ ഉള്ളൂ? 36 ATP ഉള്ളൂ. 38 ATP വരേണ്ട സ്ഥാനത്ത് എത്രയേ ഉള്ളൂ? 36 ATP ഉള്ളൂ. 36 ATP. ഓക്കെ അല്ലേ? അപ്പം എന്നാൽ അനേറോബിക് റെസ്പിറേഷനെക്കാട്ടും ലാഭമാണ്. അനേറോബിക് നമ്മൾ കണ്ടതാണ്. ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ 2 NADH 2 NADH 2 ATP കിട്ടും. അടുത്ത ഫെർമെന്റേഷൻ ആണ് നടക്കുന്നെങ്കിൽ, ഓക്സിജൻ ഇല്ലാതെ ഫെർമെന്റേഷൻ ആണ് നടക്കുന്നെങ്കിൽ, അതായത് അനേറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഉള്ള 2 NADH കൂടി അവിടെ ഫെർമെന്റേഷൻ വരും. ലാസ്റ്റ് നമുക്ക് മനസ്സിലായത് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ നിന്ന് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസിനും ഫെർമെന്റേഷന് വിധേയമായി കഴിയുമ്പോൾ വെറും 2 ATP, അതായത് അനേറോബിക് റെസ്പിറേഷനിലൂടെ വെറും 2 ATP കിട്ടുന്നത്. അതേ സ്ഥാനത്ത് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് എയറോബിക് റെസ്പിറേഷന് വിധേയമാകുമ്പോൾ എത്ര ATP കിട്ടും? 36 ATP കിട്ടും. എത്ര ATP കിട്ടും? 1 2 അല്ല, അവിടെ വെറും 2. ഗ്ലൈക്കോളിസും ഫെർമെന്റേഷൻ നടക്കുമ്പോൾ വെറും 2 ATP, ഗ്ലൈക്കോളിസും ക്രബ് സൈക്കിൾ നടക്കുമ്പോഴോ 36 ATP. അപ്പൊ ഏതാണ് ലാഭം? എയറോബിക് റെസ്പിറേഷൻ ആണ് ലാഭം.
കാരണം എയറോബിക് റെസ്പിറേഷനിലൂടെ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഇത് 36 ATP കിട്ടും. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു ഇവരൊന്നും ATP ആയിട്ടില്ല. ഈ 2 NADH പ്ലസ് H പ്ലസ് സൈറ്റോപ്ലാസം മൈറ്റോകോൺട്രിയ മാട്രിക്സിൽ പോയിട്ട് അവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP ആവണം. ഇനി ഇവന്മാരെല്ലാം ഓൾറെഡി ഈ 2 NADH ഈ 6 എന്താണ് NADH 2 FADH ഇവന്മാർ ഓൾറെഡി ഇവിടെ തന്നെ മൈറ്റോകോൺട്രിയ മാട്രിക്സിന് അവിടെ ഇരുന്നുകൊണ്ട് എന്തായാലും ATP. അപ്പൊ ഇവന്മാർ ATP ആയി മാറുമ്പോൾ 36 കിട്ടുമോ? ഇവന്മാർ മാറിയോ? ഇവന്മാർ മാറുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണ്ടേ? അപ്പൊ NADH ഉം FADH ഉം എങ്ങനെയാണ് ATP ആയി മാറുന്നത്? ഇവർ മാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന ATP യുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഇവരെങ്ങനെയാണ് ATP ആയി മാറുന്നത് നോക്കിക്കോ. ഈ കിട്ടിയ NADHകളും FADHകളും എങ്ങനെ ATP ആയിട്ട് മാറും? അത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ വെച്ചാണ് ഒരു ATP ആവുന്നത്. നമ്മളതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മളിനി പഠിക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരെന്താണ്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അതായത് നമ്മൾ കണ്ടില്ലേ ഗ്ലൈക്കോളിസിസിലൂടെയും ക്രബ് സൈക്കിളിലൂടെയും ഒക്കെ ഉണ്ടായ NADHകളും FADHകളും ATP ആയി മാറുന്ന നാളെ പ്ലാന്റ് ഉപയോഗിക്കാൻ പറ്റും. ഇവർ ATP ആയി മാറുന്ന പ്രോസസ്സിന്റെ പേരാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഈ ഫോസ്ഫോറിലേഷന്റെ അർത്ഥം തന്നെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പഠിച്ചില്ലേ ഫോട്ടോസിന്തസിൽ? അവിടെ ATP ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് നമ്മൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പഠിച്ചത്. അതുപോലെ തന്നെയാണ് ഇവിടെ ലൈറ്റ് ഉപയോഗിച്ചല്ല എനർജി ഉണ്ടാക്കുന്നത്, ഓക്സിജൻ. അവിടെ ലൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ATP ഉണ്ടാക്കിയത്. നമ്മൾ ഫോട്ടോസിന്തസിൽ പഠിച്ചെടുത്ത് ലൈറ്റ് ഉപയോഗിച്ചാണ് ATP ഉണ്ടായത്. അതുകൊണ്ടാണ് അതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പഠിച്ചത്. ഇവിടെ എന്തുപയോഗിച്ചിട്ടാണ്? ഓക്സിജൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുപയോഗിച്ചിട്ടാണ്? ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. NADHകളെയും FADHകളെയും ATP ആക്കി മാറ്റാൻ പോകുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കും? നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കും. നോക്കിക്കേ, ഒരു മൈറ്റോകോൺട്രിയ നമുക്ക് നോക്കാം. അത് മൈറ്റോകോൺട്രിയ ഇന്നർ മെംബ്രെയിനിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ഒരു മൈറ്റോകോൺട്രിയ എന്ന് വിചാരിക്കുക. മൈറ്റോകോൺട്രിയ ഔട്ടർ മെംബ്രെയിൻ, അത് കഴിഞ്ഞ് മൈറ്റോകോൺട്രിയ ഇന്നർ മെംബ്രെയിൻ വരയ്ക്കുകയാണ്. ഇത് മൈറ്റോകോൺട്രിയ ഇന്നർ മെംബ്രെയിൻ, ഇത് മൈറ്റോകോൺട്രിയ ഔട്ടർ മെംബ്രെയിൻ, ഇത് മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയ രണ്ട് മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും. മൈറ്റോകോൺട്രിയ സ്ട്രക്ചർ ഒക്കെ നമ്മൾ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടോ? ഞാൻ പറഞ്ഞു ഇതില് 2 NADH മാത്രമാണ് മൈറ്റോകോൺട്രിയ പുറത്തുള്ളത്, അതായത് സൈറ്റോപ്ലാസിലുള്ളത്. 2 NADH പ്ലസ് H പ്ലസ് മാത്രമാണ് സൈറ്റോപ്ലാസിലുള്ളത്. ബാക്കി പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയിൻസിയും A ആയി മാറിയപ്പോൾ കിട്ടിയ 2 NADH പ്ലസ് H പ്ലസ്. പിന്നെ ക്രബ് സൈക്കിൾ നടന്നപ്പോൾ 6 NADH പ്ലസ് H പ്ലസ്. ഓർമ്മയുണ്ടോ? ക്രബ് സൈക്കിൾ നടന്നപ്പോൾ 3 എത്രയാണ്? NADH പ്ലസ് H പ്ലസ് 3 ഫോം ചെയ്തില്ലേ? അങ്ങനെ എത്രയുണ്ട്? 6 NADH പ്ലസ് H പ്ലസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഉള്ളത്. ഇതിന് 2 FADH2 ഉണ്ട്, 2 GTP ഉണ്ട്, 2 FADH2 ഉണ്ട്, പിന്നെ 2 GTP. 2 GTP 2 ATP കിട്ടിയിട്ടാണ്. അതിനെ പ്രത്യേകിച്ച് ATP ആക്കി മാറ്റുന്ന കാര്യമില്ല. അപ്പൊ ഇത്രയുമാണ് ATP ആയി മാറുന്നത്. ഈ 2 ഗ്ലൈക്കോളിസിസിലൂടെ സൈറ്റോപ്ലാസത്തിലുണ്ടായ, കാരണം ഗ്ലൈക്കോളിസിസ് നടന്നത് സൈറ്റോപ്ലാസിലാണ്. അപ്പൊ അതിലൂടെ ഉണ്ടായ 2 NADH ഓൾറെഡി ഇവിടെയാണ്, സൈറ്റോപ്ലാസിലാണ്. പിന്നെ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയിൻസിയും A ആയി മാറിയപ്പോൾ ഉണ്ടായ 2 NADH. പിന്നെ ക്രബ് സൈക്കിളിലൂടെ കിട്ടിയ 2, 4, 6 NADH പ്ലസ് H പ്ലസ്. അതേ ക്രബ് സൈക്കിളിൽ കൂടി കിട്ടിയ 2 FADH2, 2 GTP. ഇനി ഇതില് GTP പോയിട്ട് ബാക്കി എല്ലാവരും എന്താക്കി മാറണം? ATP ആക്കി മാറണം. അപ്പം ഈ 2 FADH2 നേരെ എവിടെ വരും? മൈറ്റോകോൺട്രിയക്കകത്ത് വരും. ഈ സൈറ്റോപ്ലാസിൽ ഗ്ലൈക്കോളിസിലൂടെ കിട്ടിയ 2 NADH പ്ലസ് H പ്ലസ് നേരെ എവിടെ വരുന്നു? ഇതിനകത്ത് വരുന്നു. എവിടെ വരുന്നു? മൈറ്റോകോൺട്രിയക്കകത്ത് വരുന്നു. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും എന്താക്കി മാറണം? ATP ആക്കി മാറണം. അതിന് സഹായിക്കുന്നത് ആര്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ NADHകളെയും FADHകളെയും ATP ആക്കി മാറ്റുന്നത് മൈറ്റോകോൺട്രിയ ഇന്നർ മെംബ്രെയിനിലുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. അപ്പൊ ആരാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം? അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ വരും. കണ്ടാ, ഞാൻ കുറെ ഇലക്ട്രോൺ ക്യാരിയറുകളെയാണ് പഠിക്കുന്നത്. നമ്മൾ 1-2 വരെ പഠിച്ചിട്ടുണ്ട്. സൈറ്റോക്രോം എന്നും കുറെ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൈറ്റോകോൺട്രിയ ഇന്നർ മെംബ്രെയിനിൽ ഫുൾ ആയിട്ട് ആരുണ്ട്? ഇലക്ട്രോൺ ക്യാരിയറുകളുണ്ട്. ഇലക്ട്രോൺ ക്യാരിയറുടെ പേരുകൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണം. ഫെസ് പ്രോട്ടീൻ എന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് അയൺ സൾഫർ കൂടി ചേരുന്ന ഒരു കോംപ്ലക്സ് ആണ് ഫെസ് പ്രോട്ടീൻ. അപ്പം ഇതൊരു ഇലക്ട്രോൺ ക്യാരിയർ ആണ് ഫെസ് പ്രോട്ടീൻ. അല്ലെ, അതുപോലെ FMN ഫ്ലാവിൻ മോണോ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ. അപ്പം ഈ കാണുന്ന ഇലക്ട്രോൺ ക്യാരിയറുകൾക്ക് പല പേരാണ്. ഇപ്പൊ ഇവര് FMN എന്നായിരിക്കും, ഇവര് ഫെസ് പ്രോട്ടീൻ എന്നായിരിക്കും, ഇവര് UQ എന്ന് പറഞ്ഞ സാധനമാണ്, അബിക്യുനൈൻ എന്നാണ് ഫുൾ ഫോം. അതും ഇലക്ട്രോൺ ക്യാരിയർ ആണ്. ഇവന്മാരെല്ലാം ഇലക്ട്രോണുകളെ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മോളിക്യൂൾ ആണ്. അബിക്യുനൈൻസ് ഉണ്ട്. ഇനി സൈറ്റോക്രോം B ഉണ്ട്, സൈറ്റോക്രോം C ഉണ്ട്, സൈറ്റോക്രോം C1 ഉണ്ട്, സൈറ്റോക്രോം A ഉണ്ട്, സൈറ്റോക്രോം A3 ഉണ്ട്. അങ്ങനെ ഈ ഇരിക്കുന്ന ഇലക്ട്രോൺ ക്യാരിയറുകൾക്കെല്ലാം പേരുകളുണ്ട്.
ഇരിക്കുന്ന ഇലക്ട്രോൺ കാരിയറുകൾക്ക് എല്ലാം പേരുകളുണ്ട്. മനസ്സിലായോ? എല്ലാ ഇലക്ട്രോൺ കാരിയറുകൾക്കും പേരുണ്ട്. ഒരാളുടെ പേര് FMN എന്നാണെങ്കിൽ അടുത്തയാളുടെ പേര് ചിലപ്പോൾ ഫെസ് പ്രോട്ടീൻ എന്നാണ്, FES അയൺ സൾഫർ കോംപ്ലക്സ്, Fe അയൺ S സൾഫർ, UQ അബിക്യുനൈൻ, അതുപോലെ സൈറ്റോക്രോം B, സൈറ്റോക്രോം C, സൈറ്റോക്രോം C1, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, ഇങ്ങനെ കുറെ ഇലക്ട്രോൺ കാരിയറുകളെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ മൈറ്റോകോൺഡ്രിയ ഇന്നർ മെമ്പറൈൻ. ഇവരാണ് ഈ NADH-കളെയും FADH-കളെയും എന്തായി മാറാൻ സഹായിക്കുന്നത്? ATP ആയിട്ട് മാറാൻ സഹായിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന NADH-കളെയും FADH-കളെയും ATP ആക്കി മാറ്റുന്നത് ആരാണ്? ഈ ഇലക്ട്രോൺ കാരിയറുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കും. കണ്ടോ, ഈ കാണുന്ന എല്ലാ ഇലക്ട്രോൺ കാരിയറിനെയും കുറിച്ച് എന്ത് വിളിക്കും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പൊ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെമ്പറൈനിൽ കാണപ്പെടുന്ന എല്ലാ ഇലക്ട്രോൺ കാരിയറുകളെയും കുറിച്ച് ചേർത്ത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെമ്പറൈനിൽ കാണപ്പെടുന്ന എല്ലാ ഇലക്ട്രോൺ കാരിയറുകളെയും കുറിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ്. ഈ കാണുന്ന എല്ലാ ഇലക്ട്രോൺ കാരിയറുകളെയും കുറിച്ച് ചേർത്ത് എന്ത് വിളിക്കും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കും. ഇവരാണ് NADH-കളെയും FADH-കളെയും എന്തായി മാറാൻ സഹായിക്കുന്നത്? ATP ആയിട്ട് മാറാൻ സഹായിക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്സിജൻ, ഇപ്പൊ നമ്മുടെ റെസ്പിറേഷനിൽ ഓക്സിജന്റെ ആവശ്യമൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്സിജൻ വേണമെന്ന് നമുക്കറിയാം നിർബന്ധമായിട്ട്. ഇനിയാണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് ശരിക്കും ഓക്സിജൻ ഉപയോഗിക്കുന്നത്. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഈ NADH-നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വിചാരിക്കുക. ഓക്സിജൻ NADH-നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് NADH ബ്രേക്ക് ഡൗൺ ആയാൽ എന്തൊക്കെ കിട്ടും? കുറെ ഇലക്ട്രോണുകളൊക്കെ കിട്ടും. കുറെ എന്ത് കിട്ടും? ഫ്രീ ഇലക്ട്രോണുകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുറെ H+ അയോണുകളെ കിട്ടും. അപ്പൊ ഇലക്ട്രോൺ മാത്രമല്ല കിട്ടും, ആരെയും കിട്ടും? H+. അപ്പൊ ആരെയും കിട്ടി? കുറെ ഇലക്ട്രോണുകളെയും കിട്ടി, കുറെ H+ അയോണുകളെയും കിട്ടി. ആരെ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോ? ഒരു NADH ബ്രേക്ക് ഡൗൺ ആയി. ഒരു NADH ആരാ ബ്രേക്ക് ഡൗൺ ചെയ്തത്? ഓക്സിജൻ ബ്രേക്ക് ഡൗൺ ചെയ്തു. വ്യക്തമായിട്ട് കേട്ടോളാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഈ NADH-കളെയും FADH-കളെയും ഓക്സിജന്റെ പ്രസൻസിൽ ATP ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അത് നടക്കുന്നത് എവിടെ? മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെമ്പറൈനിൽ. ആ മൈറ്റോകോൺഡ്രിയ ഇന്നർ മെമ്പറിൽ ആരുണ്ട്? കുറെ ഇലക്ട്രോൺ കാരിയറുകളുണ്ട്. ഈ എല്ലാ ഇലക്ട്രോൺ കാരിയറുകളെയും കുറിച്ച് എന്ത് വിളിക്കും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ അത്രയും. ഇനി അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു NADH-നെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്. ഒരു NADH ബ്രേക്ക് ഡൗൺ ആയപ്പോൾ കുറെ H+ഉം കുറെ ഇലക്ട്രോണുകളും ഉണ്ടായി. കുറെ H+ അയോണുകൾ ഉണ്ടായി, കുറെ ഇലക്ട്രോണുകൾ ഉണ്ടായി. കുറെ H+ അയോൺസ് ഉണ്ടായി, കുറെ ഇലക്ട്രോണുകൾ ഉണ്ടായി. ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ നേരെ ഇവിടെ എത്തുന്നു. ആദ്യത്തെ ഇലക്ട്രോൺ കാരിയർ എത്തുന്നു, അവിടെ നിന്ന് രണ്ടാമത്തെ ഇലക്ട്രോൺ കാരിയറിൽ അടുത്ത ഇലക്ട്രോണുകൾ, ഇങ്ങനെ ഈ ഇലക്ട്രോണുകൾ ഇലക്ട്രോൺ കാരിയറുകളിലൂടെ ഇങ്ങനെ പോകും. കേട്ടോ, ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് നടക്കാൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം ഈ NADH ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഈ ഇലക്ട്രോണുകളെല്ലാം ഇവിടെ വരുന്ന അടുത്ത് ഇവിടെ വരുന്ന ഇങ്ങനെ ഓരോ കാരിയറിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. H+ അയോൺ അങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ കറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആളല്ല. H+ അയോൺ എന്തെന്നറിയാമോ? ഈ H+ അയോൺ ചെയ്യുന്നത് ആദ്യം കാണുന്ന ഇലക്ട്രോൺ കാരിയറിൽ കൂടി ഇവിടെ എത്തും ഇന്റർ മെമ്പർ. കാരണം ഈ NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴേ ഈ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ H+ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടും. H+ അയോണുകളെ വിളിക്കേണ്ട പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടോൺ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ്? H-നകത്ത് ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഹൈഡ്രജനകത്ത്. ആ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമാണ് ആകെ ഉള്ളത്. ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്താൽ അവിടെ ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോണേ ഉള്ളൂ. ആ ഇലക്ട്രോണിനെ കളയുമ്പോഴാണ് H ആരായി മാറുന്നത്? H+ ആയി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ H+നകത്ത് ഇനി ആകെ ഉള്ള ഒരു ഇലക്ട്രോൺ അല്ലേ, സോറി ഒരു പ്രോട്ടോൺ അല്ലേ. അതുകൊണ്ട് നമുക്ക് H+ ആയോണ്ട് എന്ത് വിളിക്കാം? പ്രോട്ടോൺ എന്ന് വിളിക്കാം. ഉള്ള ഇലക്ട്രോണിനെ കളഞ്ഞു, ഇനി ആകെ അവിടെ ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പം H+ ആയോണ്ട് നമുക്ക് എന്ത് വിളിക്കാം? പ്രോട്ടോൺ എന്ന് വിളിക്കാം. അപ്പൊ നോക്കിയേ, ഈ NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴേ ഈ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിനകത്ത് H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ H+ അയോൺസ് ആദ്യം കാണുന്ന ഇലക്ട്രോൺ കാരിയർ കൂടി, അത് ഇലക്ട്രോൺ കാരിയർ ആണെങ്കിലും പ്രോട്ടോണിനെയും ക്യാരി ചെയ്യും. അങ്ങനെ ഈ H+ അയോൺസ് ആദ്യം കണ്ട ഇലക്ട്രോൺ കാരിയർ കൂടി ഒറ്റ ചാട്ടം എവിടെ എത്തി? ഈ ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് എത്തി. പക്ഷെ ഇലക്ട്രോണുകൾ എന്താ ചെയ്യുക? ഇലക്ട്രോണുകൾ ഇങ്ങനെ ഇവിടെ നിന്ന് ചാടി ഇവിടെ വന്നു, ഇവിടെ നിന്ന് ചാടി. ഇപ്പൊ ഇവിടെ ആദ്യത്തെ 3 കാരിയർ, ഇത് ഒരു FMN, ഇത് 2 ഫെസ് പ്രോട്ടീൻ, ഇവർ രണ്ടുപേരും 3 കൂടി ചേർത്ത് എന്ത് വിളിക്കുകയാണ്? കോംപ്ലക്സ് 1 എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഇലക്ട്രോൺ കാരിയറുകൾ 2, 3 പേരെ വെച്ചാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കോംപ്ലക്സ് 1 എന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ NADH ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇലക്ട്രോൺ ഇവിടെ നിന്ന് ചാടി ഇവിടെ എത്തി, ഇവിടെ നിന്ന് ചാടി ഇവിടെ എത്തി, ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത FADH ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോഴത്തെ ആര് ബ്രേക്ക് ഡൗൺ ചെയ്യും? FADH. അപ്പോഴും വീണ്ടും ആരുണ്ടാവും? H+ അയോണും ഉണ്ടാകും, ഇലക്ട്രോണും ഉണ്ടാകും. H+ അയോണും ഉണ്ടാകും, ഇലക്ട്രോണും ഉണ്ടാകും. ആര് ബ്രേക്ക് ഡൗൺ ആയി? അടുത്ത FADH2 ബ്രേക്ക് ഡൗൺ ആയി. FADH2 ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ കുറെ അതിന് H+ അയോൺ എവിടെ വരും? H+ അയോൺ നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഈ NADH ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ H+ അയോൺസ് എവിടെ വന്നു? ഇന്റർ മെമ്പറൈൻ സ്പേസിൽ വന്നില്ലേ? അതുപോലെ വീണ്ടും ഇവിടെ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ H+ അയോൺസ് നേരെ എങ്ങോട്ട് ചാടും?
ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ചാടും. പക്ഷേ ഈ FADH ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെട്ട ഇലക്ട്രോൺ എന്ത് ചെയ്യും? കോംപ്ലക്സ് 1 വന്നില്ലേ ഇലക്ട്രോണുകൾ. കോംപ്ലക്സ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ FADH ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഉണ്ടായ ഇലക്ട്രോണുകൾ ഇങ്ങനെ വരുന്നില്ലേ, അതാണ് കോംപ്ലക്സ് 1. ആ കോംപ്ലക്സ് 1 വന്ന ഇലക്ട്രോണുമായിട്ട് ഈ FADH ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഇലക്ട്രോണുകൾ ചേരുന്നു. അപ്പൊ NADH ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ വന്ന ഇലക്ട്രോണുകളില്ലേ, അവരോടൊപ്പം FADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടായ ഇലക്ട്രോണുകളോട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്ന ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ ഇലക്ട്രോണുകളെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചു പോവേണ്ട. ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോഴായിരിക്കും അടുത്ത NADH ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴും കുറെ H+ അയോണുകൾ ഉണ്ടാവും, കുറെ ഇലക്ട്രോണുകൾ ഉണ്ടാവൂലേ? ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഈ കോംപ്ലക്സ് 1 അടുത്ത് ഇതുപോലെ കോംപ്ലക്സ് 2 ഈ കോംപ്ലക്സ് കൺഫ്യൂഷൻ വരുന്നത് 2-3 ഇലക്ട്രോൺ കാരിയറുകളെ ചേർത്തിട്ടാണ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 ഇലക്ട്രോൺ കാരിയർ ഒരു കോംപ്ലക്സ് ആണ്, കാരണം NADH എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ആണ്. അടുത്ത് FADH എന്ന് പറഞ്ഞ ഇലക്ട്രോൺ കൊണ്ട് മേളിൽ നിന്ന് വരുന്നത് NADH, അപ്പൊ ഒരുമിച്ചാണ് ഇത് സഞ്ചരിക്കാൻ പോകുന്നത്, അത് കോംപ്ലക്സ് 2. അടുത്ത NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ വീണ്ടും ഇവിടെ നിന്ന് വന്ന ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത ഇലക്ട്രോൺ ഉണ്ട്, ഇനി ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്ന ഇലക്ട്രോൺ ഉണ്ട്. ഇവരെല്ലാരും കൂടി ഇങ്ങനെ പോകണം. അപ്പം അടുത്ത കുറെ 3-4 ഇലക്ട്രോൺ കാരിയറുകളെ ചേർത്ത് കോംപ്ലക്സ് 3. അപ്പൊ കോംപ്ലക്സ് 1 ആയി, കോംപ്ലക്സ് 2 ആയി, കോംപ്ലക്സ് 3 ആയി. അപ്പൊ കോംപ്ലക്സ് ഒരു കൺഫ്യൂഷൻ വേണ്ട, 2, 3, 4 ഇലക്ട്രോൺ കാരിയറുകളെ ചേർത്തിട്ടാണ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. എല്ലാ ഇലക്ട്രോൺ കാരിയറുകളെയും കുറിച്ച് എന്തെന്ന് വിളിക്കും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കും. 2-3 ഇലക്ട്രോൺ കാരിയറുകളെ വെച്ചെന്ത് വിളിക്കും? 2-3 ഇലക്ട്രോൺ കാരിയറുകളെ ചേർത്ത് എന്താ വിളിക്കുന്നത്? കോംപ്ലക്സ്. എന്താണ് കാരണം? ഒരു NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടായ ഇലക്ട്രോണുകൾ വരുന്നത് ഒരു കോംപ്ലക്സ്. അടുത്ത FADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഇലക്ട്രോൺ കാരിയർ, അത് രണ്ടാമത്തെ കോംപ്ലക്സ്. അടുത്ത NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകൾ, ആ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. അപ്പൊ കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3 ഒക്കെ എന്തിന് സഞ്ചരിക്കാനുള്ളതാണ്? ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനുള്ളതാണ്. ഇനി ഒരു കോംപ്ലക്സ് 4 ആണ്. ഈ കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ കാരിയർ ആണ്, സൈറ്റോക്രോം A-യും A3. പേരെന്താണ്? സൈറ്റോക്രോം A-യും സൈറ്റോക്രോം A3. ഇത് രണ്ടും 2 ഇലക്ട്രോൺ കാരിയർ ആണ്. ഇവരെ നമ്മൾ കോംപ്ലക്സ് 4 എന്ന് വിളിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഇവിടുന്ന് H+ അയോൺ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഈ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിനകത്ത് ധാരാളം H+ അയോൺസ് ഉണ്ട്. ഈ കിട്ടുന്ന H+ അയോണുകൾ ഇവിടെ പറഞ്ഞാൽ ഈ വിടുന്ന H+ അയോണ് ഇങ്ങനെ ഇലക്ട്രോൺ ആദ്യത്തെ 3 കോംപ്ലക്സ് 1, 2, 3 കോംപ്ലക്സിലൂടെ ട്രാവൽ ചെയ്ത് പോയ ഇലക്ട്രോൺ, അപ്പൊ H+ അയോണായി, ഇലക്ട്രോൺ ആയി. ഇനി നമ്മൾ ശ്വസിക്കുന്ന എന്തുണ്ട്, അല്ലെങ്കിൽ പ്ലാന്റ് ശ്വസിക്കുന്ന എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഇവര് 3 പേരും കൂടി ചേരുമ്പോൾ ആരാവും നോക്ക്? H+ഉം ഇലക്ട്രോണും കൂടി ചേരുമ്പോൾ H ആവും. H-ഉം ഓക്സിജനും കൂടി ചേരുമ്പോൾ അങ്ങനെ വാട്ടർ ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? വാട്ടർ. അപ്പൊ കോംപ്ലക്സ് 4 സൈറ്റോക്രോം A എന്നും സൈറ്റോക്രോം A3 എന്ന് വിളിക്കുന്ന 2 ഇലക്ട്രോൺ കാരിയറുകളെ ചേർത്തിട്ടാണ് എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് 4 എന്തെന്ന് വിളിക്കുന്നവരെ? കോംപ്ലക്സ് 4 എന്ന് വിളിക്കും. ഈ കോംപ്ലക്സ് 4 ആണ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് വരുന്ന ആരുണ്ട്? ഇവിടെ നിന്ന് വരുന്ന H+ ഉണ്ട്. ഇവിടെ നിന്ന് വരുന്ന ആരെ കിട്ടും? H+നെ കിട്ടും. ഈ വരുന്ന H+നെയും ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ വരുന്ന ഇലക്ട്രോണിനെയും, അപ്പൊ H+ ആയി ഇലക്ട്രോൺ ആയി, പ്ലാന്റ് റെസ്പിറേഷൻ ഓക്സിജൻ. അപ്പൊ H+ ഇലക്ട്രോൺ ഓക്സിജൻ 3 കൂടി ചേരുമ്പോൾ ആരാവും? വാട്ടർ ആവും. അപ്പൊ കോംപ്ലക്സ് 4 വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ 3 കോംപ്ലക്സ് എന്താ? കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3. ഇവര് 3 പേരും NADH നിന്നും FADH നിന്നും അടുത്ത NADH നിന്നൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോണുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കോംപ്ലക്സുകളാണ്, എന്ന് പറഞ്ഞാൽ കാരിയറുകളാണ്. ഞാൻ വീണ്ടും പറയുന്നു, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 3-4 ഇലക്ട്രോൺ കാരിയറുകൾ വെച്ചിട്ടാണ് ഓരോ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഒരു NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് എത്ര ഇലക്ട്രോൺ കാരിയറുകളിലൂടെയാണ്? അവൻ കോംപ്ലക്സ് 1. രണ്ടാമത്തെ FADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് കോംപ്ലക്സ് 2. മൂന്നാമത്തെ അടുത്തൊരു NADH ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് കോംപ്ലക്സ് 3. അപ്പൊ 1ഉം 2ഉം 3ഉം ഒക്കെ ആര് പോകുന്നതാ? ഇലക്ട്രോണുകളെ ക്യാരി ചെയ്യേണ്ട ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇലക്ട്രോണുകളെ ക്യാരി ചെയ്യുന്ന ഇലക്ട്രോൺ കാരിയർ പ്രോട്ടീനുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് 1, 2, 3. അതിലൂടെ ആര് മാത്രമേ സഞ്ചരിക്കൂ? ഇലക്ട്രോണുകൾ. ഇനി ഈ 3 കോംപ്ലക്സുകളിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നില്ല ഇലക്ട്രോണുകൾ. ആ ഇലക്ട്രോണുകളിൽ കുറച്ച് ഇലക്ട്രോണുകളെയും ഈ മാട്രിക്സിൽ നിന്ന് വരുന്ന H+ അയോണുകളെയും, കാരണം അകത്ത് വെച്ചിട്ടാണ് NADH FADH ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ആ എല്ലാ H+ ഇവിടെ വരില്ല, കുറച്ച് ഇന്റർമെംബ്രേൻ സ്പേസിൽ വരും. അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന ഈ 3 കോംപ്ലക്സുകളിലൂടെയും പോകുന്ന ഇലക്ട്രോണുകൾ ഈ അകത്തുനിന്ന് വരുന്ന മാട്രിക്സിൽ നിന്ന് വരുന്ന ആരുണ്ട്? H+ അയോൺ, പ്ലാന്റ് റെസ്പിറേഷൻ ഓക്സിജൻ. 3 കൂടി ചേരുമ്പോൾ ആരായി? വാട്ടർ ആയി മാറും. അപ്പൊ കോംപ്ലക്സ് 4 എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കോംപ്ലക്സ് 4. അപ്പൊ കോംപ്ലക്സ് 4ന്റെ ജോലി ചോദിച്ചാൽ എന്ത് പറയാം? വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യത്തെ 3 കോംപ്ലക്സുകൾ കോംപ്ലക്സ് 1,
കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3. ആദ്യത്തെ 3 കോംപ്ലക്സ്. ഇപ്പൊ കോംപ്ലക്സിന് തെറ്റരുത്. 3 or 4 ഇലക്ട്രോൺ കാരിയറുകളെ ചേർത്ത് വിളിക്കുന്നതാണ് കോംപ്ലക്സ്. അതിലൂടെ ഇലക്ട്രോണുകൾ ട്രാൻസ്പോർട്ട് ചെയ്ത് പോവുകയാണ്. നാലാമത്തെ കോംപ്ലക്സ് സൈറ്റോക്രോം A3 എന്നാണ് അതിന്റെ പേര്. അവന്റെ ജോലി വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഒരു അഞ്ചാമത്തെ കോംപ്ലക്സ് ഉണ്ട്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അഞ്ചാമത്തെ കോംപ്ലക്സ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് എല്ലാം എന്തിലുള്ള കോംപ്ലക്സ് ആണ്? എല്ലാ ക്രിസ്റ്റലുകളിലും ഈ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിന് അകത്തോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഈ പാർട്ട് നമ്മൾ ക്രിസ്റ്റ എന്നാണ് വിളിക്കുന്നത്. ഈ പാർട്ട് നമ്മൾ എന്ത് വിളിക്കും? ക്രിസ്റ്റ എന്ന് വിളിക്കും. ഈ ക്രിസ്റ്റയുടെ പ്രത്യേകത, ഈ ക്രിസ്റ്റകളിൽ ഒരു കോംപ്ലക്സ് 5 ഉണ്ട്. കോംപ്ലക്സ് 5 ഇങ്ങനെ ഇരിക്കുക. കോംപ്ലക്സ് 5 ഇവനെ അവിടെ വിളിക്കുന്നത് F0 F1 കോംപ്ലക്സ് ആണ്. അപ്പൊ ഒരെണ്ണത്തിൽ തന്നെ കുറെ കാണാൻ കേട്ടോ. ഒരു ക്രിസ്റ്റയിൽ തന്നെ ഒരു ക്രിസ്റ്റയിൽ തന്നെ ഈ F0 F1 കോംപ്ലക്സ് കുറെ കാണും. ഇതാണ് ആ സ്ട്രക്ചർ. ഇതാണ് കോംപ്ലക്സ് 5. ഇങ്ങനെ ഇരിക്കും. ഇതിനാണ് കോംപ്ലക്സ് 5 എന്ന് വിളിക്കുന്നത്. എവിടെയായിരിക്കുന്നത്? എല്ലാ ക്രിസ്റ്റലുകളിലും ഉണ്ട്. ഈ കോംപ്ലക്സ് 5 എവിടെയാണ് ഇരിക്കുന്നത്? എല്ലാ ക്രിസ്റ്റലുകളിലും കോംപ്ലക്സ് 5 ഉണ്ട്. കോംപ്ലക്സ് 5 നമ്മൾ എന്ത് വിളിക്കും? F0 F1 കോംപ്ലക്സ്. രണ്ട് പാർട്ട് ഉണ്ട്. ഈ പാർട്ട് നമ്മൾ F0 എന്ന് വിളിക്കും, ഈ പാർട്ട് നമ്മൾ F1 എന്ന് വിളിക്കും. ഇത് F0 എവിടെയായിരിക്കുന്നത്? മൈറ്റോകോൺഡ്രിയ ഇന്നർ മെംബ്രെയിൻ. ഈ ക്രിസ്റ്റയാണല്ലോ, ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ അകത്തോട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെംബ്രെയിനിലാണ് എന്ത് വരുന്നത്? ഈ മെംബ്രെയിനിലാണ് ആര് വരുന്നത്? F0 പോർഷൻ. ഈ F0 പോർഷൻ F0 F1 കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് 5 ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് 4 വാട്ടർ ഉണ്ടാക്കുന്നത് ഇവരാണ്. കോംപ്ലക്സ് 5 എന്ന് പറയും. ഇവൻ എല്ലാ ക്രിസ്റ്റലുകളിലും ഉണ്ട്. കണ്ടോ? എല്ലാ ക്രിസ്റ്റലും ഞാൻ എല്ലാത്തിലും വരയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ ക്രിസ്റ്റലുകളിലും കോംപ്ലക്സ് 5 ഉണ്ട്. ഈ കോംപ്ലക്സ് 5ന്റെ F0 ഇരിക്കുന്നത് മെംബ്രെയിനിന്റെ ബൗണ്ടറി ആയിട്ടാണ്. കണ്ടോ? ഇന്നർ മെംബ്രെയിനിന്റെ അകത്താണ് F0 ഇരിക്കുന്നത്. F0 ഇവിടെ ഇരിക്കും. F1 എങ്ങോട്ട് നിൽക്കുന്നു നോക്കിയേ. F1 അങ്ങ് മാട്രിക്സിലോട്ടാണ് നിൽക്കുന്നത്. ഇതാണ് F1. ഇത് ബേസിൽ വരുന്നത് F0. ഇത് F0. ഇവിടെ വരുന്ന F0. ഇത് F1. ഈ ബേസിനെ F0 എന്നും ഈ പാർട്ടിനെ നമ്മൾ F1 എന്ന് വിളിക്കും. F1 എങ്ങോട്ടാ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? മാട്രിക്സിലോട്ടാ. കണ്ടോ? F1 ഇരിക്കുന്ന ഇവിടെയുള്ള ഫ്ലൂയിഡ് ആയ മാട്രിക്സിലോട്ടും F0 ഇരിക്കുന്ന എവിടെയാ? F0 ഇരിക്കുന്നത് ഈ ഇന്നർ മെംബ്രെയിനാണ്. മൈറ്റോകോൺഡ്രിയ ഇന്നർ മെംബ്രെയിനിലാണ് F0 ഇരിക്കുന്നത്. കണ്ടോ? ഇവിടെയാണ് F0 വരുന്നത്. ഇങ്ങനെ F0 ഇവിടെ ഇങ്ങനെ വരും. F1 മാട്രിക്സിലോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കും. ഈ F0 F1 കോംപ്ലക്സ് ആണ് ATP ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ATP ഉണ്ടാകുന്നത്? ഈ മൈറ്റോകോൺഡ്രിയ ഇന്നർ മെംബ്രെയിനിൽ H+ അയോൺ. എങ്ങനെയാണ് H+ അയോൺസ് ഇവിടെ വന്നേ? അകത്ത് മൈറ്റോകോൺഡ്രിയ അകത്ത് വെച്ച് NADHകളും FADHകളും ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഇവിടെ കൂടി സഞ്ചരിക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടി, അതായത് കോംപ്ലക്സുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചെടുക്കും. H+ അയോണിന്റെ കോൺസെൻട്രേഷൻ മാട്രിക്സിൽ കൂടുമ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ഇലക്ട്രോൺ കാരിയർ കൂടി H+ അയോൺസ് എവിടെ ചാടും? ഈ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ ചാടും. കുറെ സമയം കഴിയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. എങ്ങനെ ATP ഉണ്ടാവുന്നത് കേട്ടോളൂ. ATP ഉണ്ടാക്കണമെങ്കിൽ ഒരു കാര്യം ആദ്യമേ പറയാം. ഈ F0 F1 കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിലാണ് ATP ഉണ്ടാകുന്നത്. ഇതിനാണ് ഓക്സിസോംസ് അല്ലെങ്കിൽ F0 F1 കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇതിലാണ് എന്തുണ്ടാകുന്നത്? ATP ഉണ്ടാകുന്നത്. ഇത് എവിടെ ഇരിക്കുന്നത്? മൈറ്റോകോൺഡ്രിയ ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ ഇന്നർ മെംബ്രെയിനിന്റെ ഫോൾഡിങ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റ എന്ന് വിളിക്കുന്നത്. അകത്തോട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത്, ഇന്നർ മെംബ്രെയിൻ അകത്തോട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ് ക്രിസ്റ്റ. ആ ക്രിസ്റ്റയ്ക്ക് രണ്ട് പോർഷൻ, ആ ക്രിസ്റ്റയിലാണ് ആര് വരുന്നത്? F0 F1 കോംപ്ലക്സ്. ആ F0 F1 കോംപ്ലക്സിന് രണ്ട് പാർട്ട്, F0 പാർട്ട് F1 പാർട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ അകത്തുള്ള H+ അയോൺസ് അവിടെ ഇവിടെ വരുമ്പോൾ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ വരുമ്പോഴേ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ H+ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടും. H+ അയോണുകളുടെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടെയാണ്. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ H+ അയോണുകളുടെ കോൺസെൻട്രേഷൻ വല്ലാണ്ട് അങ്ങ് കൂടും. ഭയങ്കരമായിട്ടുള്ള കോൺസെൻട്രേഷൻ ആവും. ഇനി H+ അയോൺ തിരിച്ചെവിടെ പോകണം? മാട്രിക്സിൽ പോകണം. മാട്രിക്സിൽ നിന്ന് വന്നതാ. മാട്രിക്സിൽ നിന്നാണ് H+ അയോൺസ് ഇലക്ട്രോൺ കാരിയർ കൂടി എവിടെ എത്തി? ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ എത്തി. ഇപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ തിരിച്ചു പോകണം, റിവേഴ്സ് പോകാനും. പക്ഷേ ഇലക്ട്രോൺ കാരിയർ ഉണ്ടല്ലോ, നേരത്തെ കാണിച്ചില്ല, ഇതിലൂടെ തിരിച്ചു പോകാൻ പറ്റില്ല. H+ അയോണിനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് കൊണ്ടുവന്നതാരാ? ഇലക്ട്രോൺ കാരിയർ. അത് 1 ആണ്, ഇങ്ങോട്ട് വരാനേ പറ്റൂ, തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ H+ അയോൺ തിരിച്ചു പോകാൻ വേണ്ടി എന്ത് ചെയ്യും? അവൻ പതി ആരുടെ അടുത്തെത്തും? F0 F1 കോംപ്ലക്സിന്റെ അടുത്തെത്തും. എവിടെ എത്തും? ഇതായിരിക്കുന്നില്ലേ ക്രിസ്റ്റയിൽ ഇരിക്കുന്ന F0 F1 കോംപ്ലക്സിന്റെ അടുത്തെത്തും. ഈ F1 ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? F1 ഉള്ളവരെ ഞാൻ പരിചയപ്പെടുത്തരാം. അവിടെ ADP ഉണ്ട്. F1 ആരുണ്ട്? ADP ഉണ്ട്. ഫോസ്ഫറസ്, ഇനോർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫറസും ഉണ്ട്. ഈ ADP-യോടൊപ്പം ഫോസ്ഫറസിനെ കൂടി ആഡ് ചെയ്താൽ എന്തുണ്ടാക്കാം? ATP ഉണ്ടാക്കാം. പക്ഷെ അതിന് ആരൊക്കെ വേണം? H+ ഇലക്ട്രോണുകളും വേണം. ഇനി ATP ഉണ്ടാക്കേണ്ട ATP സിന്തേസ് എൻസൈം കൂടെ ഉണ്ട്. ആരുണ്ട്? ATPase അല്ലെങ്കിൽ ATP സിന്തേസ് എൻസൈം. അപ്പൊ ആരൊക്കെ ഉണ്ട് ഇവിടെ F1-ൽ? ഈ F1-ൽ ആരൊക്കെ ഉണ്ട്? ADP ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. പിന്നെ ATP ഉണ്ടാക്കേണ്ട എൻസൈമായ ATP സിന്തേസ് എൻസൈം ഉണ്ട്.
അതവിടെ ഇരുന്നോട്ടെ. F1 ഓക്കെ ആണല്ലോ. ഈ F1നുള്ള കാര്യം പറയുന്നത് ഇവിടെ ATP സിന്തേസ് എൻസൈം, ADP, ഇനോർഗാനിക് ഫോസ്ഫറസ് ഇത്രയും അവിടെ ഉണ്ട്. ഇനി ഈ H+ അയോണുകളുടെ റിവേഴ്സ് ഫ്ലോ ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ H+ അയോൺ തിരിച്ചു പോകണം. ഇങ്ങോട്ട് വന്നത് എവിടെ കൂടിയാ? ഇലക്ട്രോൺ കാരിയറിൽ കൂടിയാ. തിരിച്ച് ഇലക്ട്രോൺ കാരിയറിലൂടെ പോകാൻ പറ്റൂല. തിരിച്ചു പോകുന്നത് എന്തിലൂടെയാണ്? ഈ F0F1 കോംപ്ലക്സിലൂടെയാണ്. ഈ H+ അയോൺ ആദ്യം എവിടെ എത്തും? ഈ F0 H+ അയോൺ ആദ്യം എവിടെ എത്തി? F0 എത്തി. അപ്പൊ വിചാരിക്കണേ F0 നിന്ന് F1 വഴി വീണ്ടും മാട്രിക്സിലെത്താം. മാട്രിക്സിൽ നിന്ന് H+ അയോൺ വന്നത് എന്തിലൂടെ? ഇലക്ട്രോൺ കാരിയറിൽ കൂടെ. തിരിച്ചു പോകുന്നത് എന്തിലൂടെ? F0F1 കോംപ്ലക്സിലൂടെ. അടുത്ത H+ അയോൺ അടുത്ത് എവിടെ എത്തും? H+ അയോൺസ് അവിടെ അടുത്ത് എവിടെ എത്തും? F1 എത്തും. F1 ആരൊക്കെ ഇരിക്കുകയാണ്? ADP ഉണ്ട്, ഇനോർഗാനിക് ഫോസ്ഫറസ് ഉണ്ട്, ATP സിന്തേസ് എൻസൈം ഉണ്ട്. ഇവിടെ ATP സിന്തേസ് എൻസൈം ആരെ നോക്കിയിരിക്കുക? ഈ H+നെ ഇലക്ട്രോണിനെ നോക്കിയിരിക്കുക. H+ഉം ഇലക്ട്രോണും ഉണ്ടെങ്കിൽ വ്യക്തമായി കേൾക്കണം. H+ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ADP ഫോസ്ഫറസിനെ കൂടി ചേർത്ത് ATP ആവൂലേ? ATP ഉണ്ടാവൂലേ? അത്രേ ഉള്ളൂ സംഭവം. ഇവിടുന്ന് H+ അയോൺസ് അടുത്ത് എവിടെ എത്തി? എവിടെ എത്തി? മൈറ്റോകോൺഡ്രിയയുടെ ക്രിസ്റ്റലിലുള്ള F0F1 കോംപ്ലക്സിന്റെ F1 എന്നിട്ട് ഇനി ഇലക്ട്രോൺ കൂടി വേണം. അപ്പൊ H+ അയോൺ ആയല്ലോ. ഇവിടെ ആരായി? H+ അയോൺ ആയി. ഇനി ആര് വേണം? ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ആരുണ്ട്? ഇലക്ട്രോണും കൂടി ഇല്ലേ? അപ്പൊ H+ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ADPയോടൊപ്പം ഫോസ്ഫറസിനെ ആഡ് ചെയ്തിട്ട് എന്തുണ്ടാക്കാം? ATP ഉണ്ടാക്കാം. ഇതിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിച്ചത്. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? കാരണം ഇതിനകത്തുണ്ടായിരുന്ന NADH FADH മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ച് NADH FADH ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സൈഡ്. അപ്പോഴാണ് ഇലക്ട്രോണുകൾ H+ അയോൺ കിട്ടിയത്. ഇലക്ട്രോണുകൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ സഞ്ചരിച്ചു. H+ അയോൺ ഇലക്ട്രോൺ കാരിയറിലൂടെ എവിടെ എത്തി? ഇന്റർ മെംബ്രേൻ സ്പേസിൽ എത്തി. ഇന്റർ മെംബ്രേൻ സ്പേസിൽ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ H+ അയോണിന്റെ റിവേഴ്സ് ഫ്ലോ സംഭവിക്കും. എന്തിലൂടെ? ഈ കാണുന്ന ഓക്സിസോൺസ് അല്ലെങ്കിൽ F0F1 കോംപ്ലക്സിലൂടെ. F0F1 കോംപ്ലക്സ് എവിടെയായിരിക്കുന്നത്? മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രേനിലാണ് ഇരിക്കുന്നത്. F0F1 കോംപ്ലക്സ് എവിടെ ഇരിക്കുന്നു? ഇന്നർ മെംബ്രേനിൽ ഇരിക്കുന്നു. അപ്പൊ ഈ H+ അയോൺ എന്തെന്നറിയാമോ? തിരിച്ചു പോകാൻ വേണ്ടി ഇലക്ട്രോൺ കാരിയറിൽ കൂടി തിരിച്ചു പോകാൻ പറ്റൂല. അപ്പൊ ഇവന്മാര് നേരെ ഈ F0 വഴി F1 വഴി അങ്ങോട്ട് പോകാന്ന് വിചാരിച്ച് H+ അയോൺ ആദ്യം F0F1 കോംപ്ലക്സിന്റെ F1 സോറി F0 ആദ്യം എവിടെ എത്തും? ഈ പാർട്ട് നമ്മൾ F0 ആണെന്നുണ്ടെങ്കിൽ F0 വരും. അതാണ് മെമ്പറിൽ ഇരിക്കുന്ന പാർട്ട്. ഈ F0 എത്തി H+ അയോൺ അടുത്ത് F1 എത്തി. F1 ആരൊക്കെ ഉണ്ട്? അവിടെ ഓൾറെഡി ആരൊക്കെ ഉണ്ട്? ADPയും ഫോസ്ഫറസും ഉണ്ട്. അതിനോടൊപ്പം H+ അയോൺ ഇലക്ട്രോൺ കൂടി ചേർത്താൽ ATP ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ATP ഉണ്ട്. അങ്ങനെ ADPയോടൊപ്പം ഫോസ്ഫറസിനെ ചേർത്ത് ATP ആക്കണമെങ്കിൽ ഈ റിവേഴ്സ് ഫ്ലോയിലൂടെ പോകുന്ന H+ അയോണിനെയും പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ട്രാവൽ ചെയ്തു പോകുന്ന ഇലക്ട്രോണുകൾ NADH FADH എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തുള്ള ഇലക്ട്രോണുകളെ എല്ലാ ഇലക്ട്രോണോടെ വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചില്ല. കുറച്ച് ഇലക്ട്രോണെ വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കൂ. ബാക്കി ഇലക്ട്രോണുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ പോകുന്ന ഇലക്ട്രോണുകളെയും ഇവിടെ നിന്ന് കിട്ടിയ H+ അയോണും ഉണ്ടെങ്കിൽ ADPയോടൊപ്പം ഫോസ്ഫറസിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ATP കിട്ടും. അങ്ങനെയാണ് ADPയോടൊപ്പം ഫോസ്ഫറസിനെ ആഡ് ചെയ്ത് ATP ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ NADHകളെയും എല്ലാ FADHകളെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP ആക്കി മാറ്റുമ്പോൾ എത്ര ATP വരും? ഞാൻ പറഞ്ഞു 36 ATP വരും. ഓക്കെ അല്ലേ? എല്ലാ NADHകളെയും FADHകളെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP ആക്കുമ്പോൾ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ നിന്ന് 36 ATP കിട്ടും. ഇതിൽ രണ്ട് NADH മാത്രമാണ് എവിടെ വരുന്നത്? മൈറ്റോകോൺഡ്രിയ മാട്രിക്സിൽ ഗ്ലൈക്കോളിസിലൂടെ ഉണ്ട്. അവൻ നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെ വരും? മൈറ്റോകോൺഡ്രിയ സൈറ്റോപ്ലാസം. രണ്ട് NADH+H+ ഗ്ലൈക്കോളിസിലൂടെ ഉണ്ടായത് എവിടെ ഇരിക്കുന്നു? മാട്രിക്സിലല്ല, സോറി, ഇവിടെ സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്നു. ആ സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്ന രണ്ട് NADHും കൂടി മാട്രിക്സിലോട്ട് വരും. ബാക്കി എല്ലാവരും മാട്രിക്സ് തന്നെ. കാരണം അസറ്റൈൽ കോഎൻസൈം A ഉണ്ടായത് മാട്രിക്സിൽ വെച്ചാൽ ക്രബ്സ് സൈക്കിൾ നടന്നത് മാട്രിക്സ്. അപ്പൊ ബാക്കി എല്ലാ NADHലും FADHലും ഓൾറെഡി ഇവിടെ ആയിരുന്നു, മാട്രിക്സിലാണ്. ഇവനും കൂടി വരുമ്പോ ഗ്ലൈക്കോളിസിലൂടെ കിട്ടിയ രണ്ട് NADH കൂടി വരുമ്പോൾ അവനും ATP. അങ്ങനെ എല്ലാ NADHും FADHും ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സഹായത്തോടെ ഇവിടെ വെച്ച് എന്താ ATP ആയി മാറും. ഇനി ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയ മാട്രിക്സിലാണെങ്കിലും ശ്രദ്ധിച്ചു കേട്ടോണം. ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സ് ആണെങ്കിലും ഫൈനലി ATP ഉണ്ടായത് ക്രിസ്റ്റലാണ് അല്ലേ? ATP ഉണ്ടായത് ഇവിടെ ക്രിസ്റ്റൽ. കാരണം ക്രിസ്റ്റലാണ് F0F1 കോംപ്ലക്സ് ഉള്ളത്. F0F1 കോംപ്ലക്സ് ക്രിസ്റ്റൽ അല്ലേ? അപ്പൊ ക്രബ്സ് സൈക്കിൾ നടന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലാണെങ്കിലും ഫൈനലി ATP ഉണ്ടായത് എവിടെയാണ്? ഈ ക്രിസ്റ്റലാണ്. അങ്ങനെ ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും കൂടി കഴിയുമ്പോൾ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് 36 ATP ആയിട്ട് മാറും. ഇതാണ് എയ്റോബിക് റെസ്പിറേഷൻ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വലിയ പ്രശ്നമുള്ള സാധനമല്ല. കുറെ ഇലക്ട്രോൺ കാരിയറുകൾ, അതിൽ 2, 3, 4 ഇലക്ട്രോൺ കാരിയറുകൾ ചെന്ന് വിളിക്കും, കോംപ്ലക്സ് എന്ന് വിളിക്കും. നാലാമത്തെ കോംപ്ലക്സ് ആണ് സൈറ്റോക്രോം A3. അവർ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോംപ്ലക്സ് ആണ്. കിട്ടുന്ന H+ അയോണുകളെയും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ പോകുന്ന ഇലക്ട്രോണുകളെയും ശ്വസിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് വാട്ടർ ഉണ്ടാകും. അഞ്ചാമത്തെ കോംപ്ലക്സ് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ക്രിസ്റ്റലിലും ഉണ്ട്. അഞ്ചാമത്തെ കോംപ്ലക്സ് ആരാണ്? ഈ F0F1 കോംപ്ലക്സിനാണ് കോംപ്ലക്സ് 5 എന്ന് വിളിക്കുന്നത്. അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ക്രിസ്റ്റലിലും.
അവരുടെ F1 ആരൊക്കെ കാണും? ADP ഫോസ്ഫറസും കാണും. പിന്നെ ATP ഉണ്ടാക്കേണ്ട ATP സിന്തേസ് എൻസൈമും കാണും. ആരൊക്കെ ഇതിന് ആവശ്യം? H+ അയൺ ഇലക്ട്രോൺ. അപ്പൊ ഈ റിവേഴ്സ് ഫ്ലോയിലൂടെ പോകുന്ന H+ അയണിന്റെയും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ പോകുന്ന ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ADP-യോടൊപ്പം ഫോസ്ഫറസ് ആഡ് ചെയ്ത് ഉണ്ടാക്കാം, ATP ഉണ്ടാക്കാം. അത് മനസ്സിലായോ? അങ്ങനെ ഇതിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ADP-യോടൊപ്പം ഫോസ്ഫറസ് ആഡ് ചെയ്ത് ATP ഉണ്ടാകുന്ന ഏത് എൻസൈമിന്റെ പ്രസൻസിൽ? ATP സിന്തേസ് എൻസൈമിന്റെ പ്രസൻസിൽ. എവിടെയാണ്? മൈറ്റോകോൺഡ്രിയയുടെ ക്രിസ്റ്റയിൽ ഇരിക്കുന്ന F0 F1 കോംപ്ലക്സിന്റെ ഏത് റീജിയനിൽ വെച്ച്? F1 റീജിയനിൽ വെച്ച്. ഓക്കെ, ഇങ്ങനെ എല്ലാ NADHകളും FADHകളും എന്താക്കി മാറ്റും? ATP ആക്കി മാറ്റും. അങ്ങനെ എയറോബിക് റെസ്പിറേഷനിലൂടെ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിന് എത്ര ATP കിട്ടും? 36 ATP. അതേസമയം അനേറോബിക്കിന് നമ്മൾ കണ്ടത് എത്രയേ ഉള്ളൂ? ഒരു 2 ATP. അപ്പൊ ഏറ്റവും നല്ലത് ഏതാണ്? എയറോബിക് റെസ്പിറേഷൻ. കാരണം ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസും ക്രെബ്സൈക്കിളും കഴിയുമ്പോൾ എത്ര ATP കിട്ടും? 36 ATP. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?